നമുക്ക് തുടങ്ങാം. സോ ഡെവലപ്സ് ഐജിയുടെ ഭാഗത്തു നിന്നും അഭിമൽ ചേട്ടന് വാം വെൽക്കം ആൻഡ് ഓവർ ടു യു. ഓക്കെ. ഹലോ ഗൈസ്. ഓക്കെ, ഒരു റീല് ഒരു 10 തവണ ഷൂട്ട് ചെയ്തതിന്റെ ഹാങ് ഓവറിൽ നിൽക്കുമായിരുന്നു. സോ ഗുഡ് ഈവനിങ് ഗൈസ്. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സാനിയ ഫോർ ദ ഫോർ ഇൻവൈറ്റിംഗ് മീ. ലൈക്ക് ഡെവോപ്സ് ഓക്കെ, ഡെവോപ്സിന്റെ ഇവന്റിന് ഞാൻ വരാറും അല്ല, ഐ മീൻ മ്യൂലേണിന്റെ ഓഫീസ് അവേഴ്സിനും അല്ലെങ്കിൽ എന്താ പറയാ, കൈൻഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് ഡെവോപ്സ് ഇവന്റിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് എന്താ പറയാ, എനിക്കറിയത്തില്ല, കൈൻഡ് ഓഫ് കമ്മിങ് ബാക്ക് ടു ഹോം ഫീലാണ്. ഓക്കെ, സോ ഐ ഹാവ് ബീൻ ഇൻ മ്യൂലേൺ കുറെ നാൾ ഉണ്ടായിരുന്നു, ലൈക്ക് ക്ലോസ്ലി വർക്കിംഗ് വിത്ത് മ്യൂലേൺ. ആൻഡ് എനിവേ ഓഡിയൻസ് ഒക്കെ സെയിം ആൾക്കാരാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, ബട്ട് യാ, എനിക്ക് തോന്നുന്നു സാനിയ, ഐ തിങ്ക് ഡെവോപ്സിന്റെ ഇവന്റിന് നമ്മൾ 3-4 തവണ ആയെന്ന് തോന്നുന്നു അല്ലേ? എനിവേ താങ്ക് യു സാനിയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻവൈറ്റിംഗ് മീ. ഓക്കെ, ഗ്ലാഡ് ടു ബി ഹിയർ. ഇടയ്ക്ക് സാനിയ വിളിച്ചപ്പം ഐ കുഡന്റ് അറ്റൻഡ്, കുറച്ച് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ലൈക്ക് മേ ബി ഐ വിൽ ഷെയർ സം ഓഫ് ദാറ്റ് വിത്ത് യു ഓൾസോ. ലൈക്ക് റീസെന്റ് ഒരു ഡെക്സകോപ്സ് പ്രൊജക്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഹാങ് ഓവറിൽ. യാ, സോ ഇന്ന് നമ്മൾ ആക്ച്വലി ഗിറ്റ് ഓക്കെ, ദർ ഇസ് 55 പാർട്ടിസിപ്പൻസ്. ഗ്രേറ്റ്. കുറച്ച് നാളായി ഇത്രയും ഓഡിയൻസ് ഒക്കെ ഓൺലൈനിൽ കണ്ടിട്ട്. ഓക്കെ, ആൻഡ് കൂടുതലൊന്നും ചോദിക്കാനില്ല, ബിക്കോസ് ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും സുഖമാണോന്നല്ല, കഴിച്ചോന്നും ഗ്യാസ് ഉണ്ടോ എന്നൊക്കെയാ ചോദിക്കാറ്. ഓക്കെ, യെസ്, ഐ തിങ്ക് all of you are doing good. I'm also doing good. Okay, by the way, എന്റെ പേര് അഭിമൽ എന്നാണ്. മേ ബി സം ഓഫ് യു നോ. ആൻഡ് ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ആണ്, ആസ് വെൽ ആസ് എ ക്രിയേറ്റർ. ആൻഡ് ഹാവ് കപ്പിൾ ഓഫ് പ്രോഡക്ട്സ്, കുറച്ച് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് ആയിട്ടില്ല. സോ ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ലൈക്ക് കൈൻഡ് ഓഫ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മേ ബി യു നോ സിലിക്കൺ സൊസൈറ്റി. ഓക്കെ, ദെൻ ഞങ്ങള് കുറച്ച് കാര്യങ്ങളായിട്ട് എൻ്റെ കോ ഫൗണ്ടറും ഒക്കെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഞങ്ങളുടെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വി ആർ ഓൺ ഇറ്റ്. യു ഗൈസ് വിൽ ഷുവർലി ഇതൊക്കെ അറിയും. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഗിറ്റ് ആൻഡ് ഗിറ്റബ്. ഓക്കെ, സോ ഗിറ്റബ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഐ തിങ്ക് 2021 അല്ലെങ്കിൽ 2020 നമ്മുടെ കോവിഡിന്റെ സമയത്ത്. ഞാൻ ആ സമയത്ത് അതിന്റെ ഫസ്റ്റ് വെബ്സൈറ്റ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പോർട്ട്ഫോളിയോ ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ടൈം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഗിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഗിറ്റ് എന്താണ് എന്നൊന്നും അറിയാണ്ട്, ഗിറ്റും ഗിറ്റബും വ്യത്യാസം അറിയാണ്ട്, എന്താണ് ഓക്കെ ദിസ് ഇസ് ഗിറ്റ്, ഓക്കെ ഗിറ്റബ് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കണം, ഞാൻ കോഡ് ഡൂയിങ് എന്തൊക്കെ കുറച്ച് കമാൻഡ്സ് ഞാൻ കൊടുക്കുന്നു, ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓക്കെ ഇറ്റ്സ് അപ്പ് ഇൻ ഗിറ്റബ്. ആൻഡ് ഓക്കെ, ആൻഡ് ഐ കുഡ് ക്ലോൺ ദിസ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഐ കുഡ് ക്ലോൺ ദിസ് പ്രൊജക്ട്, പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതിലാണ് അന്നുണ്ടായിരുന്നത് ഐഡിയ. ഓക്കെ, പിന്നീട് ഗിറ്റബിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പഠിച്ചു. എസ്പെഷ്യലി ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്താണ് ഞാൻ ഗിറ്റബിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റിയത്. എസ്പെഷ്യലി ലൈക്ക് എന്റെ പേഴ്സണൽ പ്രൊജക്റ്റിനൊക്കെ ഞാൻ ഗിറ്റബ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാറുണ്ട്. ബട്ട് കുറച്ചധികം ഓക്കെ, ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. ബ്രാഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലും കൊളാബറേഷൻ ഒക്കെ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്യുന്നിടത്ത് എന്നാണ് ഐ മെറ്റ് എ പേഴ്സൺ. ഓക്കെ, ഐ മെറ്റ് എ പേഴ്സൺ. ഈ ആള് നമ്മുടെ ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പേര് മറന്നുപോയി. ലൈക്ക് ലെറ്റ് മീ സെർച്ച്. ഐ തിങ്ക് ഈ ലാംഗ്വേജിലാണ്. ഓക്കെ,
സോ ആളൊരു സെൽഫ് ഡെവലപ്പർ ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരന്റെ കോഡ് ഗിറ്റബ് ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഗിറ്റബ് ആർട്ടിക് വോൾട്ട് ഉണ്ട്. ഓക്കെ, എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു. സോ ഗിറ്റബ് ആർട്ടിക് വോൾട്ട്, ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ എനിക്ക് ഭയങ്കര എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി പുള്ളി ഇത് പറയുമ്പോൾ. പുള്ളി ആക്ച്വലി ലൈക്ക് ഞങ്ങളുടെ ഡെവലപ്മെന്റ് ടീമിന്റെ ലീഡായിരുന്നു. അപ്പോ ലൈക്ക് കൈൻഡ് ഓഫ് എന്താണ് 2020 എന്തോആണ്. ഓക്കെ, നിലവിലത്തെ സോഫ്റ്റ്വെയർസ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസും കോഡും ഒക്കെ എന്ത് ചെയ്തു, ലൈക്ക് പ്രധാനപ്പെട്ട മെയിൻ ലാംഗ്വേജസ് പ്രൊജക്ട്സ് ഉണ്ടല്ലോ, ലൈക്ക് ഇൻക്ലൂഡിങ് പൈത്തൺ, റിയാക്ട്, അങ്ങനെയുള്ള പ്രൊജക്ട്സ് ഒക്കെ. ഓക്കെ, ലിനക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ, കുബർനെറ്റീസ് എല്ലാം ഉണ്ട്. ഓക്കെ, ഡോക്കർ ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പ്രൊജക്ട്സ് ഒക്കെ, ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഒക്കെ ഇവരെന്ത് ചെയ്തു, ഗിറ്റബ് ഒരിടത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഓക്കെ, ആർട്ടിക്കിള് ലൈക്ക് ഇറ്റ്സ് എ ലോങ് World War II സമയത്ത് എന്തോ ഉള്ള ഒരു ചാനലാണ് ആക്ച്വലി. ഓക്കെ, ആൻഡ് ആ ചാനലിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താണ് സെക്യൂർ ആയിട്ട് അവർ വെച്ചിരിക്കുവാണ്. ഓക്കെ, മേ ബി എന്തെങ്കിലും നാച്ചുറൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നാലും എന്താണ് ആൾക്കാർക്ക് യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ് അവര് വച്ചിരിക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെച്ചിരിക്കുവാണ്. സോ ലൈക്ക് ഇങ്ങനെ കുറച്ച് എൻകൗണ്ടേഴ്സ് ആണ് എനിക്ക് ഗിറ്റ് ആയിട്ടുള്ളത്. സോ ഐ വിൽ ഷെയർ യു സംതിങ്. ഗിറ്റ് ഇസ് സംതിങ് ലൈക്ക് എവറി IT പേഴ്സൺ ഞങ്ങളൊക്കെ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഗിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ലോട്ട് ലൈക്ക് പറയാനുള്ളതിനപ്പുറം ചെയ്യാനാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, ഗിറ്റ് ആയിട്ട് നമുക്ക്. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഞാൻ അത് നിങ്ങൾക്ക് തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗിറ്റ്, അല്ലെങ്കിൽ ഗിറ്റിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിന്റെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, യെസ്. സോ ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫയൽ എടുക്കും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. ഞാനൊരു ഫയൽ എടുക്കും. ഓക്കെ, ഈ ഫയലിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് എഡിറ്റ് വരുത്തും. ഓക്കെ, ഇന്ന് ഞാൻ എഡിറ്റ് വരുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഫയൽ 1. ഓക്കെ, ഫയൽ 1 എന്ന് ഞാൻ സേവ് ചെയ്യും. ഓക്കെ, സേവ് ഇൻ എ പെർട്ടിക്കുലർ ഫോൾഡർ. ഞാൻ കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് യു ഷുഡ് വിഷ്വലൈസ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് ഒന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലാപ്പ് എടുക്കുന്നു, നിങ്ങൾ നോട്ട് പാഡ് തുറക്കുന്നു, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ഫയലിൽ ഒരു ഹായ് മെസ്സേജ് ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫയൽ 1 എന്ന് പറഞ്ഞിട്ട് .txt എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു ഒരു പെർട്ടിക്കുലർ ഫോൾഡർ. ഓക്കെ, വിഷ്വലൈസ് ചെയ്തോ എല്ലാവരും? എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് എല്ലാവരും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. ഓക്കെ, സൈലന്റ് ആയിട്ടിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഓക്കെ, കുറച്ച് ഓക്കെ, ലൈക്ക് ഓക്കെ, മെന്റേഴ്സിന്റെ കുഴപ്പമില്ല. ഞങ്ങള് ലൈക്ക് ഓഡിയൻസ് ഫുള്ളും മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലേ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ, അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ½ അല്ലെങ്കിൽ 1 hour സ്പെൻഡ് ചെയ്യുന്ന വെറുതെ അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ, ഇന്ററപ്റ്റ് ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. യു ക്യാൻ ആസ്ക് എനി ടൈം. ഓക്കെ, ആൻഡ് ഐ നീഡ് എന്താണ് എല്ലാവരുടെയും ഫുൾ അറ്റൻഷൻ വേണം. ഓക്കെ, സോ എല്ലാവരും ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ സേവ് ചെയ്തു. നാളെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, കൺസിഡർ നിങ്ങളൊരു പുസ്തകം എഴുതുക. ഓക്കെ, നാളെ നിങ്ങൾ ആ പുസ്തകത്തിന്റെ 1-ാമത്തെ വരിയും എഴുതും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പഴയ ഫയലും വേണം. ഓക്കെ, പഴയ ഫയൽ എന്ത് ചെയ്യണം, വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ആ പഴയ ഫയൽ അവിടെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ആ ഫോൾഡറിനകത്ത് തന്നെ സേവ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, മേ ബി ചാപ്റ്റർ 1 മൊഡ്യൂൾ 1, ഫയൽ 1 ചാപ്റ്റർ 1 മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞിട്ട് അങ്ങ് സേവ് ചെയ്തു. പിറ്റേ ദിവസം വന്നിട്ട് എന്ത് ചെയ്യുക, ഓൾറെഡി എഡിറ്റ് ചെയ്ത ആ ഫയലിനെ എടുത്തിട്ട് പിന്നെയും കുറച്ച് ഒരു 2-3 പാരഗ്രാഫും കൂടെ കയറ്റി, അല്ലെ ഒരു പേജ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ആ പഴയ ഫയലിനെ സേവ് ചെയ്തില്ല, സേവ് എന്ത് ചെയ്തു, ഫയൽ 1 വോളിയം 1 ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ഇങ്ങനെ ഓരോ ദിവസം ഫയൽ 1 ചാപ്റ്റർ 1 മൊഡ്യൂൾ, ഫയൽ 1 ചാപ്റ്റർ 1 മൊഡ്യൂൾ 2, ഫയൽ 1 ചാപ്റ്റർ 1 മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, അങ്ങനെ മൊഡ്യൂൾ 10 ആയപ്പോൾ അടുത്ത ഫയൽ 1 ചാപ്റ്റർ 2, ചാപ്റ്റർ 3, അങ്ങനെ ഒരു 10-100 വേർഷൻസ് ആയി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതൊരു ഒരു 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 വല്ലാത്ത പരിപാടിയല്ലേ? ഓക്കെ, ഇതൊരു എന്താണ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊരു
പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഓരോ വേർഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്ത് വെക്കുന്നത്, അല്ലെ? ദർ ഷുഡ് ബി സം, എന്താ പറയുന്ന, ഒരു നല്ലൊരു അപ്രോച്ച് വേണം. ആ നല്ലൊരു അപ്രോച്ചിന്റെ പേരാണ് എന്താ, ഗിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഈ ഗിറ്റ് എന്ന് പറയുന്നത്? ഈ നമ്മുടെ ഗൂഗിൾ ഡോക്കിനകത്ത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഒരു വർഷം കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഗൂഗിൾ ഡോക്ക്, അതിനകത്ത് എത്ര ഫയൽ ഉണ്ടാവും? ഒരൊറ്റ ഗൂഗിൾ ഫയൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് അവിടെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇല്ലേ? ആ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും എഡിറ്റ് ചെയ്ത, ഓരോ സമയവും എഡിറ്റ് ചെയ്ത വേർഷൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാം. ഓക്കെ, പകരം ഞാൻ ആ ഫയലിന് ലൈക്ക് ഓരോ ദിവസവും ചെയ്യുന്നതിന് ഓരോ ഹിസ്റ്ററി ആയിട്ട് ഓരോ ഡോക്കായിട്ട് സേവ് ചെയ്ത നമ്മുടെ ഡ്രൈവ് ഫുള്ള് അതിനെ തികയത്തുള്ളൂ, അതിന് പോലും തികയത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ഗൂഗിൾ ഡോക്കില് ദർസ് ഓൺലി സിംഗിൾ ഫയൽ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു വർഷത്തെ മുമ്പത്തെ വേർഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററിയിലോട്ട് പോകാൻ പറ്റും. സെയിം തിങ് ആണ് ഗിറ്റിൽ വരുന്നത്. Okay. ഇവിടെ നോർമൽ ടെക്സ്റ്റ് അല്ല വരുന്നത്. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ ഒരു കോഡാണ് വരുന്നത്. ഓക്കെ, കോഡ് ബേസ് ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ അതും ഇത് മാത്രമല്ല. ഓക്കെ, നമ്മൾ ഓരോ വേർഷൻസ് എന്താണ്, നമ്മളൊരു കൺട്രോൾ C അടിച്ചിട്ട് നമ്മൾ അൺഡു ചെയ്യാറുണ്ട്. നമ്മളൊരു കോഡ് എഴുതി കൺട്രോൾ C അടിച്ചിട്ട് എന്ത് ചെയ്തു, അൺഡു ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കോഡിൽ നമ്മൾ എന്ത് ചെയ്തു, അൺഡു ചെയ്തു. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കോഡിൽ നമ്മൾ അതിന്റെ പുറത്ത് ഒരു 5 ദിവസം പണിയെടുത്തു. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് നമ്മൾ എഴുതി. നമുക്ക് 6ാമത്തെ ദിവസം ഇന്ന് എഴുതിയ കോഡിന് പോയിട്ട് എന്തെങ്കിലും അൺഡു ചെയ്യാൻ പറ്റുമോ? കൺട്രോൾ C കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് ഫയൽ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, പണ്ട് ഗിറ്റ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരുന്നു. ഇതുപോലെ മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടാക്കി ഇടുമായിരുന്നു. ഓക്കെ, ഗിറ്റ് ഇല്ലായിരുന്നപ്പോൾ. ഓക്കെ, മൾട്ടിപ്പിൾ വേർഷൻസ് ഇടുമായിരുന്നു. ഓക്കെ, അപ്പം ഗിറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, അത് സോൾവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഗിറ്റ് എന്താണ്? ഗിറ്റ് ഇസ് എ വേർഷൻ കൺട്രോൾ സിസ്റ്റം. അത്രേ ഉള്ളൂ. ഗിറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, ഗിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൊളാബ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എനേബിൾ ചെയ്യുന്നത് എന്താണ്? ഗിറ്റ് ഹബ് ആണ്. ഓക്കെ, സോ കൺസിഡർ ഗിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ ലാപ്ടോപ്പിൽ ലോക്കലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫയൽസ് ട്രാക്ക് ചെയ്യാം. ഡെയിലി വൈസ് ചെയ്യുന്ന എഡിറ്റ്സ് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഡെയിലി ബേസിൽ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നമ്മള് ചിലപ്പം എന്താണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്താണ്, ലൈക് പ്രോജക്ട്സ് ഞാൻ കമ്പനിയിലല്ലായിരുന്നു, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം ഉച്ചയ്ക്ക് എന്താണ്, ഉച്ചയ്ക്ക് എണീക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യും. അപ്പം ഉച്ചയ്ക്ക് എണീച്ചിട്ട് എന്ത് ചെയ്യും, കുറച്ച് പണിയെടുക്കും. ഓക്കെ, കുറച്ച് പണി എടുത്തിട്ടായിരിക്കും ചിലപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് പണിയെടുത്ത പണി എന്ത് ചെയ്യും, ഞാൻ ഒരു വേർഷനായിട്ട് സേവ് ചെയ്യും. എന്നിട്ട് പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ചിലപ്പം എന്തെങ്കിലും ചുമ്മാ ഡൂം സ്ക്രോളിങ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ടെക്നോളജി വൈസ് എന്തെങ്കിലും പഠിക്കാൻ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും കോഴ്സസ് വല്ലതും എടുത്തിട്ടുണ്ടായിരിക്കും. സോ അന്നത്തെ എന്താണോ എനിക്ക് പഠിക്കേണ്ടത് അത് ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ മേ ബി ഒരു 1 or 2 hours കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറച്ച് പ്രൊജക്ട്സ് എന്ത് ചെയ്യും, പ്രൊജക്ട്സിന്റെ കുറച്ചും കൂടെ ബാക്കി ചെയ്യുമ്പോഴത്തേക്കും അറൌണ്ട് 7 PM ഒക്കെ ആവും. 7 PM 8 PM ആവും. പിന്നെ ഉള്ള പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ലൈക്ക് നടക്കാൻ പോകും. ഓക്കെ, നടക്കാൻ പോയിട്ട് മേ ബി ചായ കുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ചില ദിവസം അങ്ങനെ ആയിരിക്കും. ചില ദിവസം എന്ത് ചെയ്യും, ഈ ചായ കുടി കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, മേ ബി നൈറ്റ് 12 അല്ലെങ്കിൽ 1-2 PM വരെയൊക്കെ വർക്ക് വീട്ടിൽ ഇരുന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ ഇടയ്ക്ക് ബോറടിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഊബർ വിളിച്ച് സ്റ്റാർബക്സിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് പണിയെടുക്കും. ഓക്കെ, അപ്പം ചിലപ്പോൾ 4 മണി 5 മണി അല്ലെങ്കിൽ വെളുപ്പിന് 6 മണിയൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. സോ ഇടയ്ക്ക് എന്താണ്, ഇടയ്ക്ക് നമ്മൾ കുറെ ബ്രേക്ക് ഇട്ടൊക്കെ പണിയെടുക്കാറുണ്ട്. ഓക്കെ, കമ്പനിയിലല്ല, ഈവൻ കമ്പനിയിലാണെങ്കിലും നമ്മൾ ചിലപ്പം ഡിഫറെന്റ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യിക്കത്തില്ല, ഒരേ പ്രോജക്റ്റിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബ്രേക്ക് എടുക്കും. അപ്പൊ നമ്മൾ ഒരു ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ഇന്ന് ഞാൻ ഇന്ന ഫീച്ചേഴ്സ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ 10 ഞാൻ എഴുതിയ കോഡിന്റെ വേർഷൻ ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, സേവ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഓക്കെ 11:30 ചെയ്ത അപ്ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ചിലപ്പോൾ നമ്മളൊരു ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു ഫീച്ചർ ലോഗിൻ പേജ് എക്സാമ്പിൾ പറയുക ഒരു സൈനപ്പ് പേജ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പറയാം ഓക്കെ സൈനപ്പ് പേജ് കംപ്ലീറ്റ് ചെയ്തു കമ്മിറ്റ് ചെയ്ത് വിടാം. പക്ഷെ ചിലപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ലൈക്ക് ഒരു ഫീച്ചർ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് എന്താണ് അല്ലെങ്കിൽ വല്ല പൈപ്പ്ലൈൻസ് ബിൽഡ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ അതുകൊണ്ട് ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വേർഷൻ അവിടെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ഹിസ്റ്ററി വന്നിട്ട് ആ വേർഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ഇരുന്ന് പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ. ഐ നോട്ട് എ പേഴ്സൺ ഓഫ് PPT. എനിക്ക് PPT വെച്ച് പഠിപ്പിക്കുന്ന വലിയ താല്പര്യമുള്ള ആളല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ PPT കാണിക്കാത്തത്. ഐ വാണ്ട് യു ഗൈസ് ടു വിഷ്വലൈസ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയെന്ന് കൂടെ ചിന്തിക്കണം. ഓക്കെ, ആകപ്പാടെ എന്താണ് ഇങ്ങനെ ലൈക്ക് നമ്മൾ പലപ്പോഴും എന്താണ് ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഭയങ്കര കുറവായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ, ഓക്കെ ഞാനിപ്പം എന്താണ് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ചോയ്സിന് പോലും ഓക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPT ഇട്ടിട്ട് ഓക്കെ വിച്ച് ഇസ് ഗുഡ്, ഓക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയാലോ അങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ പലരും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് ലൈക്ക് നമ്മൾ എന്താ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു വീക്ക്നെസ് തോന്നും. ഓക്കെ, നമ്മൾ ഓക്കെ ബിക്കോസ് നമ്മുടെ മസിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡെഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അനങ്ങാതെ വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മൾ അനങ്ങാൻ തുടങ്ങിയപ്പോൾ എന്തായി, ഇറ്റ് റിക്വയർസ് സം ടൈം ഒന്ന് ആക്റ്റീവ് ആകാൻ. അപ്പം അതുപോലെയാണ് ബ്രെയിൻ മസിൽസ്. ഓക്കെ, നമ്മൾ എന്താണ് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ലൈക്ക് നമുക്ക് പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് സൈബർ സെക്യൂരിറ്റി പേഴ്സൺസിന് മെയിൻ ആയിട്ട് വേണ്ടി വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഓക്കെ ഈ റിക്വസ്റ്റ് റെസ്പോൺസ് പരിപാടികൾ എങ്ങോട്ടൊക്കെയാ പോകുന്നത്, ഓക്കെ ഇത് എവിടെ വെച്ചാ ക്യാപ്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും ഇത് ബ്രേക്ക് ആവുന്നത്, ലൈക് മേ ബി DNS, ഇതെല്ലാം നമ്മുടെ പാത്തിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് ഒരു റോഡ് മാപ്പ്, ഓക്കെ യൂസർ ഇവിടെ നിന്ന് റിക്വസ്റ്റ് പോയി, ഓക്കെ ദാറ്റ് പർട്ടിക്കുലർ പാരാമീറ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് റിക്വസ്റ്റ് ആൻഡ് അത് തന്നെ നമ്മുടെ സെർവറിലോട്ട് എത്തേണ്ട സാധനമാണ്. സോ സെർവർ അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതൊരു വിഷ്വലൈസിങ് നമ്മളിങ്ങനെ ചെയ്യും. ഇടയ്ക്ക് ഒരു അറ്റാക്കർ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മെലീഷ്യസ് എന്താണ് ഒരു ട്രാഫിക് വരുന്നുണ്ട്. ആ ട്രാഫിക്കിന്റെ ഇതാണ്, അല്ലെങ്കിൽ ഫയർവാളിന്റെ ലൊക്കേഷൻ ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ റോഡ് മാപ്പ് നമ്മളിങ്ങനെ തലക്കകത്ത് വരച്ചുണ്ടാക്കുക. ഓക്കെ, സോ ഭയങ്കര സുഖമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇഫ് യു ഡു ദിസ്. ഓക്കെ, അപ്പോ നമ്മൾ സംസാരിച്ചതൊക്കെ മതിയാക്കിയിട്ട് വി ആർ ഗോയിങ് ടു VS Code. ഓക്കെ, നമ്മൾ കോഡ് ചെയ്യാൻ പോവാം. ഞാൻ എൻ്റെ ക്യാമറ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ എല്ലാവരും നിങ്ങളുടെ IDs എടുത്തോ. ഞാൻ VS Code ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, 4th ഇയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഫോർത്ത് ഇയേഴ്സ് ഉണ്ടോ? ഓക്കെ, യെസ്, യാ. സോ നിങ്ങൾക്ക് എന്റെ ഫയൽ എക്സ്പ്ലോറർ കാണാമായിരിക്കും. സോ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ട്. സോ ഞാനിപ്പോ ഇതിനകത്ത് എന്ത് ചെയ്യുക,
ഞാനിപ്പോ ഇതിനകത്തൊരു എന്താണ് ഒരു ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കുവാണ്. ഓക്കെ. ഹലോ ഡെവോപ്സ്. ഓക്കെ. ഹലോ ഡെവോപ്സ് എന്ന് പ്രോജക്റ്റ് ഉണ്ടാക്കി, ഒരു ഫയൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, അതിനകത്തോട്ട് കയറുക. സോ എനിക്ക് എന്ത് ചെയ്യണം, ഉം, എനിക്ക് വി എസ് കോഡിലോട്ട് പോകണം. സോ ഞാൻ എന്ത് ചെയ്യുക, ആ ഫയലില് വി എസ് കോഡിലോട്ട് പോവുക. ഓക്കെ. അപ്പം വി എസ് കോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പം വി എസ് കോഡ് ഉണ്ട്. ഓക്കെ. ഞാൻ നമുക്കിത് ആക്ച്വലി ഗിറ്റ് പഠിക്കാൻ എന്ത് വേണ്ട, വി എസ് കോഡ് ഒന്നും വേണ്ട. ഓക്കെ. ഒരു ഐഡിയയും വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു ടെർമിനൽ മാത്രം മതി. ഓക്കെ. ബൈ ദ വേ, എല്ലാവരുടെ കയ്യിലും ഗിറ്റ് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. സോ ഗിറ്റ് ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുക്കുക, സെർച്ച് ചെയ്യുക, ഇതാ കിടപ്പുണ്ട് ഗിറ്റ്. ഗിറ്റ് ഇതാ ഇവിടെ, ഗിറ്റ് വിൻഡോസ് X64 ആണെങ്കിൽ അത് ഏതാണോ നിങ്ങളുടെ അതുപോലെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് യൂഷ്വൽ ഇൻസ്റ്റാളിങ് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഗിറ്റ് ബാഷ് കാണും. ഇവിടെ ഗിറ്റ് ബാഷ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഗിറ്റ് ബാഷ് മാത്രം മതി ആക്ച്വലി. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് കമാൻഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഗിറ്റിന്റെ ഒരു ചീറ്റ് ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഐ വിൽ ഷെയർ യു. ഓക്കെ. ഇവിടെ ഇവിടെ യെസ്, ഓക്കെ. ഇതെല്ലാം യെസ്, ഇതാണ്. ഓക്കെ. സോ ഇതിനകത്ത് നിങ്ങൾ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്യണം. ഓക്കെ. ഇത് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗ്ലോബലി നിങ്ങൾ ഗിറ്റിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ പേര് കൊടുക്കുക, യൂസർ ഡോട്ട് നെയിം, ഓക്കെ, ആൻഡ് യൂസർ ഡോട്ട് ജിമെയിൽ. ഓക്കെ. ഇതിന് മുമ്പേ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഒരു ഗിറ്റബ് അക്കൗണ്ട് ഉണ്ടാവണം. ആൻഡ് ബെറ്റർ അതിലെ പേരുകൾ തന്നെ കൊടുക്കാൻ നോക്കുക. ഓക്കെ. അതിലെ യൂസർ നെയിം തന്നെ കൊടുക്കുക. ഓക്കെ. സോ ഇപ്പൊ എന്റെ ഇതാണ് യൂസർ നെയിം. ഞാൻ ഓൾറെഡി കൊടുത്ത് സൈൻ അപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഞാനത് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ഞാനിത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? സോ ഞാൻ സാൻ എന്താ ചോദിച്ചത്, ബ്രോ സൈബർ സെക്യൂരിറ്റി ആണോ ഫൈൽഡോ എന്താ മനസ്സിലായില്ല. ഫീൽഡ്. ഓക്കെ. ഓക്കെ. ഫീൽഡ്. ഓക്കെ. ഓക്കെ. ഞാൻ സൈബർ സെക്യൂരിറ്റി ആണ്. ഓക്കെ. സൈബർ സെക്യൂരിറ്റി ആണ് ഞാൻ. ഓക്കെ. ഞാൻ പറയാൻ വിട്ടു, ഞാൻ കോസ്മക് എന്ന് പറഞ്ഞ കമ്പനിയിൽ അവിടുത്തെ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ടീം ലീഡ് ചെയ്യുവാണ്. ഞാൻ വന്നിട്ട് ഞാൻ ബിൽഡ് ചെയ്ത ടീമാണ്. ഓക്കെ. വി ഹാവ് APT ആൻഡ് സ്റ്റോക്ക് പ്രൊജക്ട്സ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഹോൾ ടീം ഉണ്ട്, ഞാനാണ് അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ്സ് മൈ റോൾ. ഓക്കെ. ഡവോപ്സിന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തേർഡ് ഇയർ ഐ തിങ്ക് S6-ലായിരുന്നു. അപ്പോൾ ഐ ഹാവ് വർക്ക്ഡ് വിത്ത്, എന്റെ ഫസ്റ്റ് ജോബ് ഡവോപ്സ് ജോബ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, അൺലൈക്ക് എല്ലാവരും പറയും, ആ സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഡവോപ്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ജോബാണ് എന്നൊക്കെ പറയുന്നത്. ബട്ട് മൈ ഫസ്റ്റ് ജോബ് വാസ് ഡവോപ്സ്. അന്ന് ഡെസ്ക്ടോപ്സ് നോക്കിയിട്ടുണ്ട്, നോക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റിൽ ലേണിംഗ്, ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. ഓക്കെ. അപ്പം ഞാൻ സ്റ്റിൽ നോക്കുന്നുള്ള ഒരു ഫീൽഡ്. ഓക്കെ. പിന്നെ ഞാൻ കുറച്ചും കൂടെയൊക്കെ ലൈക് സൈബർ സെക്യൂരിറ്റിയിൽ GRC സൈഡാണ്. സോ ഡെസ്ക്ടോപ്സിൽ പണിയെടുക്കേണ്ടി വരത്തില്ല. ഐ മീൻ സ്ട്രാറ്റജീസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഞാൻ പഠിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. അതുകൊണ്ട് ഇടയ്ക്ക് കയറി ചെയ്യാറ്. ഓക്കെ. CMD-യിൽ എവിടെ വേണമെങ്കിലും റൺ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. എവിടെ വേണമെങ്കിലും റൺ ചെയ്തു, എല്ലായിടത്തും പോക്കാം. ഓക്കെ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സമയത്ത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന സമയത്ത് ആണ് ഞാൻ എന്ത് ചെയ്തത്,
ഞാനൊരു ഡെവോപ്സ് വർക്ക് ചെയ്ത്, ഞാൻ സാറ്റർഡേ സൺഡേ പോയി വർക്ക് ചെയ്യും. ആൻഡ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ കോളേജിൽ പോവും. പിന്നെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. സോ ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു കയറിയത്. ആൻഡ് തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്തത്. Okay. അവിടുത്തെ ഒരു കമ്പനിയിൽ ആൻഡ് സെറ്റ് പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അവിടുത്തെ ഓപ്പറേഷൻ ലീഡായിട്ട് ലൈക്ക് മാറി. കമ്പനിയിലെ ഫുൾ സോഫ്റ്റ്വെയർ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുത്തെ പ്രൊജക്ട് മാനേജറായി. ഓക്കെ. സോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഐ വാസ് ദ പ്രൊജക്ട് മാനേജർ. ഓക്കെ. അപ്പം ഞാൻ ലൈക്ക് ആൾക്കാര് ഓക്കെ ഫ്രഷേഴ്സിനാവാൻ പറ്റില്ല എന്ന് പറയുന്ന 2 റോളുകൾ പാസ് ഔട്ട് ആവുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഓക്കെ. സോ ഞാന് എല്ലാവരോടും പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, ആൾക്കാർ ചുറ്റി വരുന്ന പലതും പറയും. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു വിൽ ഡു ദാറ്റ്. അത്ര ഓക്കെ. നോംസ് ഒക്കെ കുറെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക് എന്താണ് കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ. ഞാൻ ഫസ്റ്റ് ഇയറിൽ എന്താണ് ഡെവോപ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഇയർ ക്ലൗഡിൻ ഡെവോപ്സ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ നിങ്ങളുടെ ട്വിറ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 100 ഡേ ക്ലൗഡ് ചലഞ്ച്, അത് ഞാൻ കമ്മ്യൂണിറ്റീസിലൊന്നും ഇല്ല, ഒരു കമ്മ്യൂണിറ്റീസിലും ഇല്ല. സ്വന്തമായിട്ട് തോന്നി, സ്വന്തമായിട്ട് ചെയ്തു. ഒരു പരിപാടി അങ്ങ് സ്വന്തമായിട്ട് ഓർഗനൈസ് ചെയ്ത് സ്വന്തമായിട്ട് നടത്തി. ഞാൻ തന്നെ എന്റെ പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറി. വേറെ കുറച്ച് പേര് ഉണ്ടായിരുന്നു കൂടെ, പക്ഷെ കുറെ പേര് ഇടയ്ക്ക് വെച്ച് വിട്ടു. അങ്ങനെ ഒരു 100 ഡേയ്സ് ക്ലൗഡ് ചലഞ്ച് നടത്തി, കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ക്ലൗഡ് പഠിക്കുന്നത്, ക്ലൗഡും ഡെവോപ്സും ഒക്കെ പഠിക്കും. ഓക്കെ. ഫ്രഷേഴ്സിന് ഡെവോപ്സ് റോൾ കിട്ടില്ലെന്നാണ് ജനറൽ എല്ലാവരും പറയുന്നത്. ബ്രോ, അതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് ആക്ച്വലി എന്നാൽ ഫ്രഷർ എന്ന് പറയുന്ന ഒരു ടാഗിനെ നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ മെയിൻ കാര്യം. ഓക്കെ. ആരാണ് ഫ്രഷർ? ഓക്കെ. ബിക്കോസ് ഞാൻ തേർഡ് ഇയറിൽ ഈ ജോബ് കിട്ടുമ്പോൾ ഐ എം നോട്ട് എ ഫ്രഷർ. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും ഞാൻ ഫ്രഷർ ആണെന്ന്, ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് എ ഫ്രഷർ. ഓക്കെ. ബിക്കോസ് ഞാൻ 2 വർഷം കൊണ്ട് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലൗഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, ക്ലൗഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഐ എം എ 2 years എക്സ്പീരിയൻസ് പേഴ്സൺ വെൻ ഐ ബിക്കം എ ഡെവോപ്സ് എഞ്ചിനീയർ. ഞാൻ ഡെവോപ്സ് ഇന്റേൺ ആയിട്ടും അല്ല കയറിയത്, ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ടാണ് കയറിയത്. ഓക്കെ. അപ്പോൾ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫൈനൽ ഇയർ പാസ് ഔട്ട് ആയ ഒരാളല്ല ഫ്രഷർ. ഓക്കെ. ഫ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഫ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ. അത് ആ ഒരു സാധനം ആണ് നിലവിലിരിക്കുന്നത്. ഓക്കെ. ജസ്റ്റ് ഫൈനൽ ഇയർ പാസ് ഔട്ട് ആയി, യു ആർ എ ഫ്രഷർ, ഇതാണ് എല്ലാവരുടെയും വിചാരം. അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. ഓക്കെ. എങ്കിൽ 10 വർഷം പാസ് ഔട്ട് ആയിട്ട് നിങ്ങൾ 10 വർഷം പല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യം അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിൽ യു ആർ പത്തറ്റിക് ദാൻ എ ഫ്രഷർ. ഓക്കെ. പക്ഷേ ഇപ്പൊ എക്സാമ്പിൾ സാൽവിൻ. ഓക്കെ. സാൽവിൻ സെക്കൻഡ് ഇയറിലാണ്. സാൽവിൻ എന്ത് ചെയ്തു? സാൽവിൻ 2 ഇന്റേൺഷിപ്പ് ചെയ്തു. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന സോക്കോൾഡ് ട്രെയിനിങ് അല്ല കേട്ടോ. ഓൾറെഡി സ്കിൽ ഉണ്ടായിട്ട് പോയി പണിയെടുത്ത് കിട്ടുന്ന ഇന്റേൺഷിപ്പ്. അതൊക്കെ ഇപ്പൊ എടുത്തു പറയേണ്ട അവസ്ഥയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 50,000 രൂപ അങ്ങോട്ട് കൊടുത്ത് അവിടെ നിന്ന് പഠിച്ച് അത് പകുതി പഠിച്ച് ഇറങ്ങിയിട്ട് ഉള്ള പരിപാടികളാണ് ഇപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രോപ്പർ ഇന്റേൺഷിപ്പ്. ഓക്കെ. നമ്മുടെ MBBS ഹൗസ് സർജൻസി എന്ന് പറയുന്നതാണ് ആക്ച്വലി പ്രോപ്പർ ഇന്റേൺഷിപ്പ്. അവർ 4 വർഷം പഠിച്ച സാധനത്തിന് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് അവർക്ക് ഗവൺമെന്റ് 20,000 സ്റ്റൈബൻഡും കൊടുക്കും. അതാണ് ആക്ച്വൽ ഇന്റേൺഷിപ്പ്. അതുപോലെ ഇപ്പൊ സാൽവിൻ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ കോളേജ് സൈഡിൽ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യും. 2 years ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാവരും ഫ്രഷർ ആയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഐ മീൻ പാസ് ഔട്ട് ആവുന്ന സമയത്ത് സാൽവിൻ എന്ത് പറയാം, ഐ മീൻ 2 years എക്സ്പീരിയൻസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ആൻഡ് ഇത് ബോധമുള്ള HR ആണെങ്കിൽ ഒരു ഫ്രഷേഴ്സിനെ കൊടുക്കുന്നതിനേക്കാളും ഹൈ പാക്കേജിൽ ആരെ ഹയർ ചെയ്യും? സാൽവിനെ ഹയർ ചെയ്യും. ഓക്കെ. അപ്പം ഇതാണ് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ ഫ്രഷർ എന്നുള്ള ഒരു ടാഗും കാര്യങ്ങളും ഒക്കെ ഇറ്റ്സ് അപ് ടു, അതൊക്കെ കഴിയേണ്ട കാലം, അത് കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. കമ്പനീസ് പലരും ഞാൻ ഈ പറഞ്ഞ അപ്രോച്ചിലാണ് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. ഓക്കെ. ബ്രോ എല്ലാം ഓപ്പൺ സോഴ്സ് ആയാണോ പഠിച്ചത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല ബ്രോ, ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. ലൈക്ക് ഞാൻ പൈസ കൊടുത്തൊന്നും മേടിച്ച് ഫ്രീ ആയിട്ടാണ് കംപ്ലീറ്റ് പഠിച്ചതെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ട്രസ്റ്റ് ചെയ്ത, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഞാനൊരു മേജർ സൈബർ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്തപ്പം അവര് പറഞ്ഞ അവര് എന്റെ അടുത്ത് എന്നെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞൊരു കാരണം അതാണ്. ഇവിടെ പഠിക്കാത്ത ഒരേ ഒരു ഇൻസ്പെക്ടർ ഞാനാണ്. ഓക്കെ. അവിടെ ഉള്ള എല്ലാ ഇൻസ്പെക്ടേഴ്സും അവിടെ പഠിച്ചിട്ട് അവിടെ പ്ലേസ്മെന്റ് ആയ, അവർ കൊടുക്കുന്ന പ്ലേസ്മെന്റ് അതാണ്. ഓക്കെ. അവിടെ പ്ലേസ്മെന്റ് ആയ ഇൻസ്പെക്ടേഴ്സ്. സോ ഞാനാണ് അല്ലാതെ അവിടെ വന്ന് ഇൻസ്പെക്ടർ ആവുന്നത്.
അപ്പം അതും ഫോർത്ത് ഇയർ കഴിഞ്ഞ സമയത്ത്, ഫോർത്ത് ഇയറിൽ വെച്ചാ. ഓക്കെ. അപ്പം അവര് പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എനിക്ക് കാര്യം അറിയാം, സ്കിൽ അറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എടുക്കാം, ഇനിയിപ്പോ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു എന്താണ്, ഞങ്ങളുടെ ഒരു 1 month, സോറി 1 year കോഴ്സ് ഉണ്ട്, അത് പഠിച്ച് സർട്ടിഫിക്കേഷൻ ഫ്രീ ആയിട്ട് തരാം, സർട്ടിഫൈഡ് ആവണം, എന്നാലേ നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് ആ ഓക്കെ ആ കോഴ്സ് ആക്സസ് തന്നു. ഞാനത് ഒരാഴ്ച കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി, അവിടെ ഇൻസ്ട്രക്ടറായി. ഓക്കെ. സോ അല്ലാതെ ഞാനല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ പഠിച്ചിട്ടില്ല. ഓക്കെ. എല്ലാം എന്താണ് സെൽഫ് ലേണിംഗ് ആണ്. ഓക്കെ. ഇപ്പോഴൊക്കെ സെൽഫ് ലേണിംഗ് ഇച്ചിരി കുറവാണ്, ബട്ട് കോളേജിലായിരുന്ന സമയത്ത് അത് മാത്രം പോവും, ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യും, ലൈക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പലയിടത്തും നേരിട്ട് ചോദിക്കാറുണ്ട്. ബിക്കോസ് ഡെവോപ്സിലൊക്കെ പല കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് നേരിട്ട് ചോദിക്കാനേ പഠിക്കാൻ പറ്റുള്ളൂ, ഇന്റർനെറ്റ് ഒന്നും നോക്കിയാൽ പറ്റത്തില്ല. ഒരു പൈപ്പ് ലൈൻ ബ്രോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ChatGPT പോലും ചിലപ്പോൾ പറഞ്ഞു തരത്തില്ല. ഓക്കെ. അത് എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഫ്രഷേഴ്സിന് ഡെവോപ്സ് കിട്ടത്തില്ല എന്ന് പറയാനുള്ള കാര്യം അതാണ്. ഡെവലപ്മെന്റിലും ഓപ്പറേഷൻസിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഡെവോപ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കയറിയിട്ട് ഡെവോപ്സിലെ തിയറി മാത്രം പഠിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റത്തില്ല, നിങ്ങളുടെ പണി നടക്കത്തില്ല. ഓക്കെ. നിങ്ങളുടെ ആക്ച്വൽ റോൾ എന്താണ്, ഒരു ഡെവോപ്സുകാരന്റെ ആക്ച്വൽ റോൾ എന്ന് പറയുന്നത്, ഡെവോപ്സ് പലപ്പോഴും എന്താണ്, ഡെവോപ്സ് ഒരു ടേമായിട്ട് പറയാറുണ്ട്, ഡെവോപ്സ് ഒരു മെത്തഡോളജി ആയിട്ട് പറയാറുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ പണി എന്താണ്, അടി ഉണ്ടാക്കുന്ന 2 ടീമിന്റെ ഇടയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യണം, അത് മോഡറേറ്റ് ചെയ്യണം. മോഡറേറ്റ് ചെയ്യലല്ല, ആ അടി ഒതുക്കി തീർക്കണം. ഓക്കെ. സോ ഡെവലപ്പർ അവിടെ ഇരുന്ന് ഒരു സൈഡിൽ നിന്ന് കോഡ് ചെയ്യും, ടെസ്റ്റർ അതിന് കുറ്റം പറയും, ക്ലൗഡുകാരെ അവിടെ കിടന്ന് അലിമ്പുണ്ടാക്കും. ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രോജക്റ്റ് നടക്കത്തില്ല. ഓക്കെ. അത് നടത്തുക എന്നുള്ളതാണ് എന്താ അത് നടത്തുക എന്നുള്ളതാണ് ഒരു ഡെവോപ്സുകാരന്റെ ജോലി. അത് പലയിടത്തും പല രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. ചിലയിടത്ത് പ്രൊജക്ട് മാനേജർ ആണ് ചെയ്യുന്നത്, ചിലയിടത്ത് ഡെവോപ്സ് എഞ്ചിനീയർ ആണ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് സ്റ്റിൽ എ പ്രൊഫഷൻ കോൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ വരെ ഉണ്ട്, അതിന് സർട്ടിഫിക്കേഷൻ വരെ ഉണ്ട്, ഇങ്ങനെയുള്ള അടികൾ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ, റൈറ്റ്? അപ്പം ഒരു വെബ്സൈറ്റ് ഒരു കോഡ് ചെയ്തും ആ കോഡ് ഡിപ്ലോയ് ചെയ്തും പറ്റുമെങ്കിൽ ടെസ്റ്റ് ചെയ്തും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് സ്വന്തം പ്രൊജക്ട് ഉണ്ടാക്കിയല്ല, ഒരു ടീമിനകത്ത് കോഡ് എഴുതിയും കോഡ് ഡിപ്ലോയ് ചെയ്തും കോഡ് ടെസ്റ്റ് ചെയ്തും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രം ഒരു ബെറ്റർ ഡെവോപ്സ് ആവാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദ ഫാക്ട്. ഓക്കെ. ഇനി ആരെങ്കിലും ഡെവോപ്സ് കോഴ്സ് സെയിൽ ചെയ്യുന്നവർ ഓക്കെ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വാ ഡെവോപ്സുകാരാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസ് കാര്യങ്ങൾ മാത്രം, അത് ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ ലിങ്ക്ഡിൻ എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ലിങ്ക്ഡിൻ എല്ലായിടത്തും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ ലിങ്ക്ഡിനുമായിട്ട് ലിങ്ക്ഡിൻ റിലേറ്റഡ് മാർക്കറ്റിംഗും ബ്രാൻഡിങ്ങും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതോടൊപ്പം നെറ്റ്വർക്കിങ്ങിനും കണ്ടന്റ് ക്രിയേറ്റർ, ഞാൻ ഇത്രയും ഒരു ക്രിയേറ്റർ ആവാൻ, അല്ലെങ്കിൽ ക്രിയേറ്റർ സൈഡ് എന്റെ ഒരു ക്രിയേറ്റർ സൈഡ് അൺലോക്ക് ആവാൻ കാരണം ലിങ്ക്ഡിൻ ആണ്. ഓക്കെ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. ഐ ഫീൽ ലൈക്ക് ദിസ് Q&A സെക്ഷൻ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഗിറ്ററോട് എത്തിയില്ല. ഓക്കെ. അപ്പം ലിങ്ക്ഡിൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരോട് പോയി കണക്ട് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് ലിങ്ക്ഡിനിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരാളെ പോയി കണക്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു 3 പേരെ പോയി കണക്ട് ചെയ്യുക. ഓക്കെ. ചുമ്മാ പോയി കണക്ഷൻ ഞെക്കുന്നതിലല്ല, കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു നോട്ട് ഇടാൻ പറ്റും. ഓക്കെ. നിങ്ങളുടെ ഫീൽഡിൽ വരെ പോയി കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്റെ പ്രൊഫൈൽ ഓക്കെ, എന്റെ പ്രൊഫൈൽ അയച്ചു തരാൻ. സോ ലിങ്ക്ഡിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഞാൻ ക്രിഞ്ച് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഇടുമായിരുന്നു. ഓക്കെ. കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഇടുമ്പോൾ ഓക്കെ, ക്രിഞ്ച് മീൻസ് നിങ്ങൾക്ക് ക്രിഞ്ച് അല്ലാന്ന് എനിക്കറിയാം, എന്റെ ക്ലാസ്സിൽ ഒക്കെ ക്രിഞ്ച് ആയിരുന്നു. ഓക്കെ. ഇവൻ എന്തിനാ ഈ വെബിനാർസിന് അറ്റൻഡ് ചെയ്തതും അല്ലെങ്കിൽ കോഴ്സ് പഠിച്ചതും മറ്റേ ഇതൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസിൽ എന്തിനാന്ന് ചോദിച്ച ടീംസ് ആണ് എന്റെ കൂടെ പഠിച്ച ആൾക്കാർ. ഓക്കെ. അപ്പം അവരുടെ അപ്പൊ അങ്ങനെ ഒരു ഇതിൽ ആ ക്രിഞ്ചൊക്കെ ഒഴിവാക്കാണ്ട് ഞാൻ പോസ്റ്റ് ഇടുമായിരുന്നു കൺസിസ്റ്റന്റ്ലി. ആൻഡ് ഒരു 1 year 1.5 2 years ഒക്കെ ലിങ്ക്ഡിനിലായിരുന്നു. അപ്പം ലിങ്ക്ഡിൻ തന്നെ എന്റെ ഒരു പോസ്റ്റ് അവരുടെ ന്യൂസിൽ ഫീച്ചർ ഒക്കെ ചെയ്തു. അപ്പം ലിങ്ക്ഡിൻ
okay, for me is LinkedIn is everything. Okay, LinkedIn as a creator platform, everything. പിന്നെ അത് പ്രൊഫഷണൽ പറയുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം എല്ലാവരും എന്താണ് ഇപ്പൊ ഇവിടെ 100 ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ ഡെവോപ്സിന്റെ പോസ്റ്റുകൾ ഇടുന്ന, ഡെവോപ്സ് റിലേറ്റഡ് ലൈക് വല്ലപ്പോഴും ഡെവോപ്സിൽ ഏതെങ്കിലും ഒരു ടൂൾസ്, ഓക്കെ, ഡോക്കറിന്റെ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്ന ജസ്റ്റ് ഒരു റീപോസ്റ്റ് ആയാലും മതി. അങ്ങനെ ഒരു ഇടുന്ന ഒരാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അയാളെ ഹയർ ചെയ്തു. മനസ്സിലാവും. സോ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു സാധനം ആഴ്ച കൂട്ടരുത്. ബിയോണ്ട് ദാറ്റ്. ഓക്കെ, അത് ലൈക് ഞാൻ അതിന്റെ ബിസിനസ് സൈഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. ഓക്കെ, ലൈക് ബിസിനസ്സുകാര് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റയിലും മെറ്റയിലും ഒക്കെ കണ്ടന്റ് അല്ലെ ആഡ് ഇടുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും വേണ്ടത് ലിങ്ക്ഡിനിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവര്. ഓക്കെ, ലിങ്ക്ഡിനിൽ ഇട് അതിന്റെ കണ്ടീഷൻസ് പറ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്, ഫൗണ്ടേഴ്സ് ഒക്കെ. ഓക്കെ, സോ അതിനൊരു ബിസിനസ് സൈഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾ അത് മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നിങ്ങൾ എല്ലാം കുത്തിയിരുന്ന എല്ലാ ദിവസം കണ്ടന്റ് ഇടണമെന്ന് ഞാൻ പറയാറില്ല. കണ്ടന്റ് ക്രിയേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടും. ബട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് ലൈക് നിങ്ങളുടെ ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും റീപോസ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കമ്പനീസിനെ ഫോളോ ചെയ്യുകയും. ഓക്കെ, ഒരു ഫ്ലട്ടറിന്റെ പുതിയ വേർഷൻ ഇടുമ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു ഫ്ലട്ടർ എഞ്ചിനീയറിനെ ഞാനൊരിക്കലും ഹയർ ചെയ്യത്തില്ല, ഒരു ഫ്ലട്ടർ ഡെവലപ്പർ. ഓക്കെ, അപ്പൊ കൈൻഡ് ഓഫ് ഇതാണ് ഇൻഡസ്ട്രിയിൽ ഇത്. ഓക്കെ, ബിക്കോസ് കൈൻഡ് ഓഫ് ഒരു കോമ്പറ്റീഷനിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ കിട്ടി ഒരാൾ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ക്രൈറ്റീരിയ ഇസ് പേഴ്സണൽ ബ്രാൻഡിങ്. ഓക്കെ, എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദർ ആർ പീപ്പിൾ ഹൂ റിലേറ്റ് മീ വിത്ത് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, ബിക്കോസ് ഞാൻ ആ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം അഭിജിത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഷുഡ്, ഓ അഭിജിത്ത് അല്ലെ, ഓ ഹീസ് എ ഡെവോപ്സ് ഗൈ, റൈറ്റ്, ആ സാധനം ഉണ്ടാവണം. ഓക്കെ, ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയില്ല സാർ. ഓക്കെ, ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് റിയലി ഇപ്പം നോക്കുന്നില്ല. ഓക്കെ, ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് കറന്റ് നോക്കുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഓഫ് കോഴ്സ് നോക്കും. ബട്ട് ഡെവോപ്സിനൊക്കെ ഒത്തിരി ലൈക് ന്യൂസിലാൻഡിലും അയർലൻഡിലൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡെവോപ്സിനല്ല, ഐ.ടിക്ക് ഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ സൈബർ സെക്യൂരിറ്റിക്ക് ആയാലും ഒക്കെ ഉണ്ട്. ഓക്കെ, ബാക്ക് ടു ഗിറ്റ് ആൻഡ് ഗിറ്റ്. ഓക്കെ, സമയം എങ്ങനെയാ ഉള്ളത് നമുക്ക്? ഓക്കെ, എനിബഡി ഫ്രം ന്യൂലാൻഡ് സമയം ഉണ്ടോ? എത്ര മണി വരെ? ഓക്കെ, നമുക്ക് 1 hour അല്ലെങ്കിൽ ഒരു 1.5 15 മിനിറ്റ്സും കൂടെ എക്സ്ട്രാ എടുക്കാം, കുഴപ്പമില്ല. യെസ്, ഇതൊരു ഡെവോപ്സ് ബൂട്ട് ക്യാമ്പിന്റെ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഗിറ്റ് ആൻഡ് ഗിറ്റ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഒരു Q&A സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് ഡു ദാറ്റ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എന്റെ ലിങ്ക്ഡിൻ ഷെയർ ചെയ്തല്ലോ. ഓക്കെ, ഐ വിൽ ഷെയർ മൈ ഇൻസ്റ്റാഗ്രാം ഓൾസോ. ഞാൻ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് Q&A ഒക്കെ നടത്താറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ Q&A ചെയ്യാറുണ്ട്. സോ കരിയർ റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തും ചോദിക്കാം. ലൈക്ക് ഗ്ലാഡ് ടു ഹെൽപ്പ് യു ഓൺ. ഓക്കെ, അപ്പൊ ബാക്ക് ടു നമ്മുടെ ഗിറ്റ്. ഓക്കെ, അപ്പൊ ഗിറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഗിറ്റ് ബാഷ് എടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ സംസാരിച്ച സമയത്ത് എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം VS Code പോയിട്ട് നിങ്ങൾ ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കണം, ഈ ഒരു എക്സ്റ്റൻഷൻ. പിന്നെ ഈ ലൈവ് സെർവർ എന്ന് പറയുന്നത് ലൈവ് സെർവർ ബൈ ഋത്വിക് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്ക്. പിന്നെ ഗിറ്റിന്റെ എക്സ്റ്റൻസ് ഗിറ്റ് ആക്ഷൻസ് എന്ന് പറയുന്നുണ്ട്, അതും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, യെസ്. സോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എനിക്ക് പുതിയ VS Code ഇത് ഡീഫോൾട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, സോഴ്സ് കൺട്രോൾ. ഇവിടെ ക്ലിക്ക് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സോഴ്സ് കൺട്രോൾ എന്ന് കാണാം. ഓക്കെ, സോ ഈ സോഴ്സ് കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഗിറ്റ് ആണ്. ഓക്കെ, ഇതിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിനുള്ള ഈ ഓപ്ഷൻസ് ഒക്കെ വർക്ക് ആവണമെങ്കിൽ എന്താണ് ഗിറ്റും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഓക്കെ,
ഈ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. എല്ലാ ഡെവലപ്പറിനും വേണ്ട സാധനം ഇട്ടത്. ഓക്കെ, സോ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്റ്റിൽ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഞാൻ മീറ്റിന്റെ സ്ക്രീനിൽ അധികം കാണത്തില്ല. ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. എനിക്ക് എപ്പോഴും ഇനിഷ്യലി ഗിറ്റ് പഠിക്കുമ്പം ലൈക്ക് ഞാൻ പറഞ്ഞു വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ VS കോഡ് വെച്ച് പഠിപ്പിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഗിറ്റ് ബാഷ് മാത്രം മതി. ഓക്കെ, ഗിറ്റ് ബാഷ് മാത്രം മതി. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ index.html. ഓക്കെ, സോ ദാറ്റ്സ് കംപ്ലീറ്റ്ലി എന്താണ് അതിനകത്തൊരു പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോ ഇവിടെ നടത്തിയത് ഒരു ചേഞ്ച് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒന്നും ആ ചേഞ്ച് കാണിക്കുന്നില്ല. നമ്മുടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നിങ്ങളത് കാണും, ഇപ്പൊ അത് കാണിക്കുന്നില്ല. വൈ ഇറ്റ്സ് നോട്ട് ഷോയിങ്? ഓക്കെ, അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്റ്റിന്റെ പേരെന്തുവായിരുന്നു? ഹലോ ഡെവോപ്സ്. ഈ ഹലോ ഡെവോപ്സ് എന്ന് പറയുന്ന ഫോൾഡർ, ഈ ഫോൾഡറിനകത്തോട്ട് ഗിറ്റിന് എന്തില്ല? ഒരു ആക്സസും ഇല്ല. മനസ്സിലായോ? ഓക്കെ, വേർഷൻ കൺട്രോളിനുള്ള സെറ്റിംഗ്സ് ആണ്. പക്ഷേ ഈ സെറ്റിംഗ്സ് നമ്മളൊരു ഫയൽ ഉണ്ടാക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ചേഞ്ച്. ഫയൽ ഡിലീറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ ചേഞ്ച്. ഓക്കെ, ഫയലിന്റെ പേര് മാറ്റുന്നത് എന്താണ്? ഇറ്റ്സ് അനദർ ചേഞ്ച്. ഓക്കെ, ഇതെല്ലാം ചേഞ്ചുകളാണ് കേട്ടോ. ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ചേഞ്ച് ആണ്. ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ കുത്തുള്ളതും കുത്തില്ലാത്തതും എന്താണ്? ഇറ്റ്സ് 2 വേർഷൻസ്. ഓക്കെ, അപ്പം ഇവിടെ ഒന്നും ചേഞ്ചസ് സംഭവിച്ചില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിക്കോസ് ഗിറ്റിന് ഇതിനകത്തോട്ട് ആക്സസ് ഇല്ല. ആക്സസ് വരണമെങ്കിൽ വി ഷുഡ് മേക്ക് ദിസ് ഫോൾഡർ എ ഗിറ്റ് റെപ്പോസിറ്ററി. ഓക്കെ, ഈ ഫോൾഡറിനെ എന്ത് ചെയ്യണം? ഗിറ്റ് റെപ്പോസിറ്ററി ആക്കി മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു റെപ്പോസിറ്ററി അതിനകത്ത് ഇനിഷ്യലൈസ് ചെയ്യാം. ഓക്കെ, സോ ഈ റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഗിറ്റിന് നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിനകത്ത് പക്ക ആക്സസ് കിട്ടും. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അനദർ ടേം ഫോർ എ ഫോൾഡർ. ഓക്കെ, ലിനക്സിൽ നമ്മൾ ഡയറക്ടറി എന്ന് പറയും. എന്തിനാ? ഫോൾഡറിന് നമ്മൾ ഡയറക്ടറി എന്ന് പറയും. അതുപോലെ ഗിറ്റിന്റെ ഭാഷയിലുള്ള ഒരു ഫോൾഡറിന് പറയുന്ന പേരാണ് റെപ്പോസിറ്ററി. നമ്മൾ റെപ്പോ എന്നും പറയും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെപ്പോസിറ്ററി നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് എ ബട്ടൺ ക്ലിക്ക്. ഞാനത് ചെയ്യുന്നില്ല, ആരും ചെയ്യണ്ട. നമ്മൾ പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ടെർമിനലിടും. ഓക്കെ, നമ്മളൊക്കെ ടെർമിനലിന്റെ ആൾക്കാരാണ്. ഓക്കെ, സോ നമ്മൾ ടെർമിനൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? പിന്നെ ഡെവോപ്സുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, ടെർമിനൽ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ലിനക്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിനക്സും ഒക്കെ പഠിച്ചിട്ട് വേണം ആക്ച്വലി ഗിറ്റ് ഒക്കെ വരാൻ. ഓക്കെ, OS ഫണ്ടമെന്റലി സൈബർ സെക്യൂരിറ്റിക്കാരും ഡെവോപ്സുകാരും നോക്കേണ്ട ഒരു മെയിൻ സാധനമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓക്കെ, ലിനക്സ് പെർമിഷൻസ്, കമാൻഡ് ലൈന്, കമാൻഡ് ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യല്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടോ. ടെർമിനൽ ഷോർട്ട് കട്ട്സ് കാര്യങ്ങള്, ടെർമിനലിലെ VI എഡിറ്റർ, ഇതെല്ലാം പക്കായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിങ്ങനെ സെർവറ ലൈക്ക് ഇതുപോലെ ID തുറക്കാൻ ഒന്നിനും സമയം കിട്ടത്തില്ല. സെർവറ നമ്മൾ യാമൽ അറിയായിരിക്കും, കൈൻഡ് ഓഫ് ജേസൺ. ഓക്കെ, ഡോക്കറിലൊക്കെ യൂസ് ചെയ്യുന്ന. ഓക്കെ, അപ്പൊ ഡോക്കർ കമ്പോസ് ഫയൽസും യാമലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കമാൻഡ് ടെർമിനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ടെർമിനലിൽ തന്നെ നമ്മൾ നാനോ എടുക്കും, അല്ലെങ്കിൽ വിം എടുക്കും, ഫയൽ എഡിറ്റ് ചെയ്യും. കുറെ ഷോർട്ട് കട്ട്സ് ആണ്. നോ ബട്ടൺസ്, നോ ക്ലിക്സ്, എല്ലാം ചെയ്തിട്ട് നമ്മൾ സേവ് ആയി അവിടെ ഇരുന്ന് പണി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ടെർമിനലിൽ എന്ത് ചെയ്യുക? പക്ക ആകുക. ഓക്കെ, ഞാൻ എന്റെ ബാച്ചിലർ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ കമാൻഡ് അടിച്ച് ടെർമിനലിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ ദർസ് എ കമാൻഡ് കോൾഡ് git init. ഓക്കെ, എല്ലാ ഗിറ്റ് കമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗിറ്റ് വെച്ചാ കേട്ടോ. git init. init വേറെ ഒന്നുമല്ല, ഇവിടെ കണ്ട ഇനീഷ്യലൈസിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഇനീഷ്യലൈസ് റെപ്പോസിറ്ററി. ഓക്കെ, git init. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മുടെ ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഗിറ്റ് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ? ഇനീഷ്യലൈസ് ന്യൂ റെപ്പോസിറ്ററി git init. ഓക്കെ, ഞാൻ ഇത് ഷെയർ ചെയ്തായിരുന്നു. നിങ്ങൾ ഓർഗനൈസേഴ്സ് എന്നെയും കൂടെ ആ ഗ്രൂപ്പിൽ ആഡ് ആക്കണം. ഞാൻ ഇതുപോലെ കുറച്ച് റിസോഴ്സും കൂടെ അവർക്ക് ഷെയർ ചെയ്തു. ഓക്കെ, ഗിറ്റ് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ സ്കിൽസ് വേണോ ഫോർ ഡെവോപ്സ് ഓർ ജസ്റ്റ് ബേസിക്? ആക്ച്വലി ഓക്കെ,
നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ആക്ച്വലി. ഇപ്പൊ അത് ഫണ്ടമെന്റൽ അല്ലെങ്കിലും ഒരു നെക്സ്റ്റ് 2-3 ഇയേഴ്സിൽ ഇതൊക്കെ ഫണ്ടമെന്റൽസ് ആവും. ഓക്കെ, ഒരു IT പേഴ്സണിന് ഡീഫോൾട്ട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡീഫോൾട്ട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാകും എന്ത്, ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ. ഓക്കെ, AI വരുമ്പം നമ്മുടെ സ്കിൽ സെറ്റ്സ് എന്താവും, നമ്മള് ഇന്ന് സ്കില്ലാണെന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ നാളത്തെ ഡീഫോൾട്ട് സ്കിൽസ് ആയിട്ട് മാറും. ഇന്ന് നമ്മൾ കോഴ്സുകളൊക്കെ പോയി അക്വയർ ചെയ്യേണ്ട റിക്വയർഡ് സ്കിൽ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അവിടെ എന്താവും, 2 വർഷം കഴിയുമ്പോൾ ഒരു ഡീഫോൾട്ട് സ്കില്ലായിട്ട് മാറും. ഓക്കെ, ഇന്ന് ആരെങ്കിലും എന്താണ് ലൈക് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും HTML, നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിനെ ഹയർ ചെയ്യുന്ന ഇതിൽ HTML അറിയണം എന്ന് ആരെങ്കിലും റിക്വേർഡ് സ്കില്ലായിട്ട് പറയൂ? ഇല്ല. മസ്റ്റ് ഹാവ് സ്കിൽസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഹാവ് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്, വലിയ വലിയ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ എന്താണ് APIസോ അല്ലെങ്കിൽ API ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്താണ് ലൈക് അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, മസ്റ്റ് ഹാവ് സ്കിൽസ്. ഓക്കെ, അല്ലെങ്കിൽ വൈറ്റ് കോഡിങ് അറിയാമെന്ന് ചിലപ്പം പറയും, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് അറിയണമെന്ന് മേബി പറയും. ഓക്കെ, അല്ലാണ്ട് ആരും HTML അറിയണം എന്ന് പറയത്തില്ലല്ലോ. അതുപോലെ ആകും ഇൻ 2 ഇയേഴ്സ് ലിനക്സ് ഒക്കെ. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് യൂണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ലിനക്സും വിൻഡോസും. ഓക്കെ, സോ ഇത് രണ്ടും കൃത്യമായിട്ട് വിൻഡോസ് നമ്മൾ യൂസ് ചെയ്യുന്നു അറിയാം. ഞാനൊരു സൈബർ സെക്യൂരിറ്റിയുടെ ഒരാളായതുകൊണ്ട് വിൻഡോസ് നമ്മൾ വേറെ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. കെർബറോസും വിൻഡോസ് അഡ്മിനിസ്ട്രേഷനും ഒക്കെ നമ്മൾ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഡെവോപ്സുകാർക്ക് വിൻഡോസിൽ അത്ര ആവശ്യം വരത്തില്ല. ബട്ട് ലിനക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ലിനക്സ് കമാൻഡ്സും നാനോ എഡിറ്റ് ചെയ്യാൻ പഠിക്കുക, ലിനക്സിൽ എഡിറ്റ് ചെയ്യാൻ പഠിക്കുക, വിം പഠിക്കുക. ഞാൻ വിമ്മിന്റെ ഒരു കോഴ്സ് ആക്ച്വലി റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, യുഡമിയിൽ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇട്ട ഉടനെ ഫസ്റ്റ് 1000 ഫ്രീ വൗച്ചേഴ്സ് ഇടാനൊക്കെ പ്ലാൻ ഉണ്ട്. സോ ഞാൻ അപ്പൊ നിങ്ങൾക്ക് തരാം. ഓക്കെ ഓക്കെ, അത് അന്ന് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞാൽ, നിങ്ങൾ ഇന്നേ പഠിച്ചു തുടങ്ങിയോ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കോഴ്സും കിട്ടുമല്ലോ. ഓക്കെ, അപ്പം വിം എഡിറ്റർ പഠിച്ചോ. പതിയെ പതിയെ എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ലെവലിലോട്ടും കൂടെയൊക്കെ തൊട്ട് വയ്ക്കുക. ഓക്കെ, സൈബർ സെക്യൂരിറ്റിക്ക് ആണെങ്കിൽ പക്ക വേണ്ട ഒരു സാധനമാണ്. ബട്ട് ആസ് എന്താണ് ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെ ആസ് എ IT ഗൈ ലിനക്സ് അറിയാന്നുള്ളത് നല്ലൊരു കാര്യം. ഓക്കെ, ഓക്കെ, ലോങ് ആണല്ലോ ബ്രോ. സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് ആണെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ആക്കുന്നത്? ചിലർ ഇപ്പോൾ ആണ് എല്ലാം ഡെവലപ്പ് ആക്കുന്നത്. ഓക്കെ, ഞാൻ പലതും പഠിക്കുമ്പം ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കോഡ് ക്യാമ്പിന്റെ വീഡിയോസ് എടുത്ത് കാണുമായിരുന്നു. ഓക്കെ, നിങ്ങൾ അതുപോലെ എല്ലാവർക്കും അതുപോലെ വർക്ക് ആവത്തില്ല. ഫ്രീ കോഡ് ക്യാമ്പിന്റെ വീഡിയോസ് കാണാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സാധനം കേട്ട് കഴിഞ്ഞാൽ ഒരു വക മനസ്സിലാകും. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ലേൺ ഇൻ ദ ഹാർഡ് വേ, അല്ലെങ്കിൽ ഹാർഡസ്റ്റ് വേ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ വേറെ ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷില്, എന്താ പറയാ, രാവിലെ എണീറ്റിട്ട് ലൈക് ലിക് ദ ഫ്രോഗോ അങ്ങനെ എന്തോ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, സോ ഞാൻ എനിക്ക് ഇപ്പൊ അല്ല, ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രീ കോഡ് ക്യാമ്പിന്റെ ട്യൂട്ടോറിയൽ എനിക്ക് ഭയങ്കര കടിച്ചാൻ പൊട്ടാത്ത സാധനമാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് ആദ്യം ഇരുന്ന് നോക്കും. 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും, പിന്നെ എണീറ്റിരുന്ന് കാണും. അങ്ങനെ അതിന്റെ ഒരു പകുതിയൊക്കെ ഞാൻ എന്ത് ചെയ്യും, പകുതിയും മുക്കാലും ഒക്കെ കണ്ടു തീർക്കും. ഓക്കെ, 4-5 മണിക്കൂറൊക്കെ ഉള്ള കോഴ്സ് ആട്ടോ, യൂട്യൂബ് വീഡിയോസാ. ഓക്കെ, അത് കണ്ടു തീർത്തിട്ട് എന്ത് ചെയ്യും, കുറച്ച് ലൈറ്റർ സാധനങ്ങളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ ലിനക്സിലാണെങ്കിൽ ലിനക്സിന്റെ ഫുൾ കോഴ്സ് ആയിരിക്കും അതിനകത്ത്. ഓക്കെ, ലിനക്സിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം വിം എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്, ഇത് സെപ്പറേറ്റ് എടുത്ത് വെച്ച് കാണും. ഓക്കെ, എങ്ങനത്തെ കുറച്ച് ലൈറ്റർ വീഡിയോസ് കാണും. പിന്നെ മലയാളം വീഡിയോസ് ഒട്ടും മനസ്സിലാകാത്ത ചില സാധനങ്ങളൊക്കെ അപ്പോഴും മലയാളം വീഡിയോസ് കാണുമായിരുന്നു. പിന്നെ ഇപ്പോ ലൈക് നമ്മൾ മലയാളികളുമായിട്ടല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. സോ വി നീഡ് ടു ബി ഗ്ലോബൽ, റൈറ്റ്? അപ്പം വി ഷുഡ് ബി എന്താണ്, ഈവൻ മലയാളം ട്യൂട്ടോറിയലും അങ്ങനെ മലയാളത്തിലൊന്നും ആരും പറയാറില്ല, ടേംസ് ഒക്കെ ഇംഗ്ലീഷ് തന്നെയാണ്. സോ മലയാളം ട്യൂട്ടോറിയൽ ഒട്ടും മനസ്സിലാത്തവർ മാത്രം കാണുക, ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽസ് കാണുക, കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കാണുക, കണ്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഓക്കെ,
സോ ഇപ്പൊ ഞാൻ വെബ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ് ഡെവലപ്മെന്റ് പ്രോജക്ട് എടുക്കും. ഓക്കെ, ആദ്യമൊക്കെ ഫണ്ടമെന്റൽസ് ഒരിക്കൽ കാണും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ലൈവ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ഓക്കെ, ആ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അതുപോലെ കുത്തിയിരുന്ന് ചെയ്യും. ഇപ്പൊ ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിച്ചത് അങ്ങനെയാണ്. ലൈവ് ബഗ് ബൗണ്ടി വീഡിയോസ് ഇരുന്ന് കാണും, ബഗ് ബൗണ്ടിയുടെയും വീഡിയോസ് ഒക്കെ 2-3 years ബാക്ക്. ഓക്കെ, എന്നിട്ട് കൂടെ ഇരുന്നിട്ട് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെബ്സൈറ്റ് കൂടെ ഇരുന്ന് ടെസ്റ്റ് ചെയ്യും. ആദ്യം ഒരു വീഡിയോ കോൺസെപ്റ്റ് ഫുള്ളും ഒരിക്കലെങ്കിലും തലയിൽ കയറ്റിയിട്ട് എന്ത് ചെയ്യും, രണ്ടാം തവണ കൂടെ ചെയ്യും, പോസ്റ്റ് ചെയ്ത് കൂടെ ചെയ്യും. 1 മണിക്കൂർ വീഡിയോ ഫുള്ള് കണ്ടു തീർക്കാൻ എത്ര സമയം എടുക്കും? 4-5 hours ഒക്കെ എടുക്കും. ബിക്കോസ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അടുത്ത് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഓക്കെ ആരും ഓൾറെഡി ഒരാൾ ചെയ്തതിന്റെ നമ്മൾ ചെയ്തു നോക്കും. ഓക്കെ, ഈ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്ത് നോക്കാം. ഇപ്പൊ വെബ്സൈറ്റ് ആണെങ്കിൽ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ SSRF വൾണറബിലിറ്റി സ്വന്തമായിട്ടൊരു കണ്ടുപിടിച്ച ഓർമ്മയുണ്ട് ഒരു വെബ്സൈറ്റ്. ഓക്കെ, ആ സമയത്ത് എന്റെ കോളേജിലൊക്കെ വെബ്സൈറ്റിലൊക്കെ ഞാൻ വൾണറബിലിറ്റിയെ കണ്ടുപിടിച്ച് എനിക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നൊക്കെ ഒരു മെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് ഇരുന്നു. ഈ സ്വന്തമായിട്ട് ഇരുന്ന് നോക്കിയിട്ടാണ് പിന്നെ ലൈക്ക് വി വിൽ ഡു. ഓക്കെ, എക്സ്പ്ലോറേഷൻ ആണ് പല പല കാര്യങ്ങൾ. ഈ ട്യൂട്ടോറിയൽ ഒന്നും കവർ ചെയ്യാത്ത കുറെ സാധനങ്ങൾ ഇതൊക്കെ ChatGPT മുമ്പായിട്ടോ. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്ക് അസിസ്റ്റൻസിന് വേണ്ടി ChatGPT യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു റോഡ് മാപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും, ChatGPT സെറ്റ് ചെയ്ത് തരും. ഓക്കെ, റോഡ് മാപ്പ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ഓക്കെ ഇപ്പൊ 100 days. ഓക്കെ, 100 days ചെയ്യാനുള്ള ടോപ്പിക്സ് നിങ്ങൾ Day 1 Day 2 Day ഡിവൈഡ് ചെയ്ത് പഠിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്ത് ചെയ്യാം. അങ്ങനെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവലാണ്. ഓക്കെ, ആ ലെവലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ സ്കിൽ നമ്മൾ പഠിച്ചു, ഒരു വെബ്സൈറ്റ് HTML ഉണ്ടാക്കാൻ പഠിച്ചു. അതിന്റെ തൊട്ട് ചുറ്റും റിവോൾവ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് CSS മീഡിയ ക്വറീസ്, ലൈക്ക് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, മീഡിയ ക്വറീസ് ഇപ്പൊ SSRF കുറെ എന്തുണ്ട്, കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, XML എന്റിറ്റീസ് ഫൈൻഡ് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, അതൊരു അതൊന്നും ട്യൂട്ടോറിയൽ ഒന്നും കാണത്തില്ല. ഇപ്പം കോഡിങ്ങിലാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സ്റ്റാക്ക് ഓവർഫ്ലോയൊക്കെ ചിലപ്പോൾ നോക്കേണ്ടി വരും, അല്ലാതെ ട്യൂട്ടോറിയൽ ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുമാതിരി ലെവല് നല്ല ലെവലാവും. അത് ഒറ്റ ദിവസം കൊണ്ട് ദിവസം കൊണ്ട് നടക്കുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, നമ്മൾ ഈ ഫണ്ടമെന്റൽസ് പഠിക്കാനാണ് ഏറ്റവും ലെസ് ടൈം എടുക്കുന്നത്. നിങ്ങളുടെ വിചാരം അതിനാണ് സമയം കൂടുതൽ എടുക്കുന്നത്. ഫണ്ടമെന്റൽസ് പഠിക്കുക, ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മുടെ ആക്ച്വൽ ലേണിംഗ് തുടങ്ങുന്നത്. ഓക്കെ, ഈ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ, ഇന്നും ഞാൻ എന്ത് ചെയ്യല്ല, എക്സ്പ്ലോറേഷൻ അല്ല ചെയ്യുന്നത്. ഇന്ന് ഞാനിപ്പം ആംഗുലാർ പഠിക്കണമെങ്കിൽ ഞാൻ യൂട്യൂബ് എടുക്കത്തില്ല. ഓക്കെ, ഞാൻ ആദ്യം എടുക്കുന്ന ആംഗുലാറിന്റെ ഡോക്യുമെന്റേഷൻ. ഓക്കെ, ഒരു ഡെവലപ്പർ എപ്പോഴും നോക്കേണ്ട ഒരു സാധനത്തിൽ ഡോക്യുമെന്റേഷൻ ആണ്. ഓക്കെ, ChatGPT ഇന്നും ഞാൻ പറയാം, ഈവൻ ദോ ഇൻ AI നിങ്ങൾ ഒരു എക്സ്പ്ലോറേഷൻ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട്. ഡോക്യുമെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ആക്ച്വലി ഡോക്യുമെന്റേഷൻ ഇസ് ദ ഹാർഡസ്റ്റ് വേ, ബട്ട് അത്രയും ഹാർഡസ്റ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സജസ്റ്റ്. ഓക്കെ, പിന്നെ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, എല്ലാവർക്കും ഇത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ എന്റേതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പേർട്ട് ആവും തോറും നമ്മുടെ ലേണിംഗ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ കൂടും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പണ്ട് കോളേജ് ടൈമിൽ ഒരു കോൺസെപ്റ്റ് ഇപ്പം 1 hour കൊണ്ട് പഠിക്കുന്ന സാധനം ഇന്ന് ചിലപ്പോൾ അത്രയും സമയം വേണമെന്നില്ല. ഓക്കെ, മേ ബി അന്നൊരു ഫുൾ വീഡിയോ ഇരുന്ന് കാണുന്ന സാധനം ഇന്ന് ചിലപ്പം ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽഫ് ലേൺ ചെയ്യുന്നത്. ഓക്കെ, ബൈ ദ വേ നിങ്ങൾ എന്നായാലും സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നും നിങ്ങൾക്ക് കോഴ്സ് തരാൻ അക്കാഡമി ഉണ്ടാകത്തില്ല. ഓരോ വർഷം കഴിയുമ്പോഴും ഇന്നുള്ള ടെക്നോളജി മാറി പുതിയ ടെക്നോളജി വരും. അത് പഠിപ്പിക്കാൻ നിങ്ങൾ ഓരോ വർഷവും അക്കാഡമിക്ക് പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. സോ ഡെവലപ്പ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പഠിക്കാനുള്ള സ്കില്ലാണ്. ഓക്കെ, ഒരിടത്ത് ഇരുന്ന്, ഓക്കെ, ഒരു കസേര എടുത്ത് ഇരുന്ന് ലാപ്പ് എടുത്ത് അവിടെ ഇരുന്ന് ഓക്കെ ഞാൻ പഠിക്കാൻ ഇരിക്കുവാണ്, ഞാൻ 10-15 മിനിറ്റ് ഇരുന്ന് പഠിക്കും ഏറ്റവും കുറഞ്ഞ. ഓക്കെ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഇരുന്ന് പഠിക്കുവാണ് എന്ന് സ്വയം പറഞ്ഞ് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള അതൊരു ഭയങ്കര വലിയ സ്കില്ലാണ്. ഓക്കെ, അതിനെയാണ് പലരും ബിസിനസ് ആക്കി മാറ്റുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, അത് ഇവിടെ പറയുന്നില്ല. അപ്പം ആ സ്കില്ല് ഉണ്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് IT ഫീൽഡിൽ നേർന്ന് പോകണമെങ്കിൽ ആ സ്കില്ല് നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബിക്കോസ് സെൽഫ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നതല്ല. നിങ്ങളിപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരുന്നു എന്ന് വെച്ചോ. ഓക്കെ, സോ സിവിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എന്താണ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ
ലൈക്ക് നിങ്ങൾ പഠിക്കുന്നതൊക്കെ സെയിം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ലോ ആണ് പഠിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്നതൊക്കെ സെയിം ആണ്. ബട്ട് ഇപ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും റീലേൺ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ലേൺ അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയും. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഫുൾ ലിനക്സ് ബേസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്ന് പറയാം. ഓക്കെ, ലിനക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം ഫോർ സൈബർ സെക്യൂരിറ്റി കോഴ്സ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജിറ്റ് ഇനീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തില്ല, ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ കണ്ടോ ഇവിടെ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയത്. സോ ഇപ്പൊ എന്താ പറ്റിയത്, നമ്മുടെ ഗിറ്റിന് ഈ ഫോൾഡറിനകത്ത് ഒരു ആക്സസ് കിട്ടി. ഓക്കെ, സോ ഇവിടെ കാണാം ഇനിഷ്യലൈസ് എം ഡി ഗിറ്റ് റെപ്പോസിറ്ററി ഇൻ എവിടെ ഹലോ ഡോട്ട് ആണ്. ഓക്കെ, നമുക്ക് ആ ഫോൾഡർ എടുത്ത് നോക്കാം. ഓക്കെ ഹലോ ഡോപ്സ് ആണ്. ഓക്കെ, ഇവിടെ അതൊന്നുമില്ല, നമ്മൾ കൊടുത്ത ഇൻഡെക്സ് ഡോട്ട് എച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു ഹിഡൻ ഫയൽ ഉണ്ട്. ഓക്കെ, ഹിഡൻ ഫയൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇതൊരു ഡോട്ട് ഗിറ്റ്. ഡോട്ട് എന്ന് പറയുന്നത് ലിനക്സിലായാലും വിൻഡോസിലായാലും ഡോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ എന്താണ്, ഹിഡൻ ഫയൽസ് ആണ്. നമ്മളതാണ് ഡോട്ട് ഗിറ്റ് ഇഗ്നോർ അങ്ങനെയൊക്കെ നമ്മൾ ഗിറ്റ് ഇഗ്നോർ ഫയൽസ് ഒക്കെ ഡോട്ട് ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫയൽസ് ആൻഡ് ഫോൾഡർ. ഓക്കെ, സോ നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി ആണ് ഈ ഡോട്ട് ഗിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ആ റെപ്പോസിറ്ററി. ഓക്കെ, അതിനകത്ത് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഗിറ്റിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ അവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കരുത്, അവിടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ഹിഡൻ. ഓക്കെ, ഇപ്പൊ സോഴ്സ് കൺട്രോളിനകത്ത് അല്ലെങ്കിൽ ഈ ഫോൾഡറിനകത്ത് ആർക്ക് ആക്സസ് ഉണ്ട്, ഗിറ്റിന് ആക്സസ് ഉണ്ട്. സോ ഗിറ്റ് പറയുവാണ്, ഓക്കെ ദർ ഈസ് സം ചേഞ്ചസ്. എന്താ ചേഞ്ചസ്, ഇതാണ് ചേഞ്ചസ്. ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നിങ്ങൾ ഞാൻ ഹോവർ ചെയ്ത ഫയലിന്റെ ആ വരിയുടെ അവസാനം നോക്കിക്കേ, അൺട്രാക്ട് കണ്ടോ, ആ ചേഞ്ച് ട്രാക്ഡ് അല്ല. ഓക്കെ, ഗിറ്റില് ട്രാക്ഡ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ചേഞ്ചിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഗിറ്റില് ട്രാക്കിലോട്ട് ഇടും. ഓക്കെ, ഗിറ്റിൽ ഇപ്പൊ നിലവിൽ ആക്സസ് ഉണ്ട്. ഓക്കെ, ഫോൾഡറിൽ ആക്സസ് ഉണ്ട്. സോ ഗിറ്റിന് അറിയാം, ഓക്കെ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ട്, ബട്ട് ആ ചേഞ്ചസിന്റെ പുറത്ത് എനിക്ക് എന്തില്ല, കൺട്രോൾ ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗിറ്റിന് ആ കൺട്രോൾ കൊടുക്കാം. ഓക്കെ, കൺട്രോൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ് ആഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ. ഓക്കെ, എനിക്ക് ഇത് ഫുള്ള് ടൈപ്പ് ചെയ്യാൻ ഇച്ചിരി മടിയാ, നമ്മൾ ഡോട്ട് കൊടുത്താലും വർക്ക് ചെയ്യും കേട്ടോ, എച്ച് ടി എം എൽ. ഓക്കെ, നമ്മൾ ആ ചേഞ്ച് ഏതാണോ ചേഞ്ച് ആ ചേഞ്ചിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ അത് ഫുൾ ആയിക്കോ. ഓക്കെ, ഗിറ്റ് ആഡ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി കണ്ടോ, ചേഞ്ചസിന്റെ താഴെ കിടന്ന സാധനം ഇപ്പൊ ചേഞ്ചസിന്റെ അണ്ടറിലായി. ഓക്കെ, നേരത്തെ എവിടെയായിരുന്നു, ചേഞ്ചസിന്റെ താഴെയല്ലേ ഇത് കിടന്നത്, ഇത് എങ്ങോട്ട് പോയി, ചേഞ്ചസിന്റെ അണ്ടറിലോട്ട് പോയി. ഓക്കെ, ഇവിടെ നമുക്ക് അതായത് മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം. ഓക്കെ, നേരത്തെ ഇവിടെ പ്ലസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ വിഷ്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഗിറ്റ് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ നേരത്തെ ഈ ലെറ്റർ ശ്രദ്ധിച്ചായിരുന്നു, നേരത്തെ ഏത് ലെറ്റർ ആയിരുന്നു, ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ, ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ, അവിടെ ഏത് ലെറ്റർ ആയിരുന്നു, യു ആയിരുന്നു. യെസ്, യു ആയിരുന്നു. സോ അൺട്രാക്ഡ് ആയിരുന്നു. ഇപ്പൊ അവിടെ ആഡഡ്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ ഇൻഡെക്സ് ആഡഡ്. സോ ആഡഡിന്റെ ഇത് വന്നു, എ വന്നു. ഓക്കെ, ഇപ്പം ലൈക് ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മുടെ ഫയലിൽ എന്ത് ചേഞ്ചസ് എന്ന് ഡയറക്റ്റ് ആർക്കറിയാം, ഗിറ്റബിന് അറിയാം. പക്ഷേ ട്രാക്കിലോട്ട് വന്നു, നമ്മൾ സേവ് ചെയ്തോ ഇല്ല, ഈ വേർഷൻ നമ്മൾ സേവ് ചെയ്തോ ഇല്ല. സേവ് ചെയ്യുന്ന നിർബന്ധമുണ്ടോ, ഒരു നിർബന്ധവും ഇല്ല. നമുക്കിത് സെപ്പറേറ്റ് വേർഷൻ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സേവ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒരു വേർഷൻ ആയിട്ട് സേവ് ചെയ്യണം. എന്തിനാണ്, ഞാൻ എത്രയൊക്കെ കോഡ് ചെയ്താലും എനിക്ക് എന്ത് ചെയ്യണം, ബാക്ക് ടു സീറോയിൽ വരണം. ഓക്കെ, ഇൻഡെക്സ് ഡോട്ട് എച്ച് ഒരു ഫയലും ഒരു കോഡും ഇല്ലാത്ത ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലോട്ട് എനിക്ക് വരണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനെ ഒരു വേർഷൻ ആയിട്ട് സേവ് ചെയ്യും. അതെങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, ഗിറ്റിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് കമ്മിറ്റ്. ഓക്കെ, ഗിറ്റ് കമ്മിറ്റ് -m. എന്താ -m, നമ്മൾ മെസ്സേജ് കൊടുക്കും. ഓക്കെ, -m എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് HTML ഫയൽ. ഇതെന്താണ്, ഇത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മൾ നാളെ ഈ ഹിസ്റ്ററിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, ഓക്കെ ഈ വേർഷൻ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയതാ,
HTML സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയതാണ് എന്ന് ഉള്ള നമുക്ക് ആ ബോധം ഉണ്ടാവണം. കത്താം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആണ്. ഓക്കെ, എൻ്റർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, എവിടെ ചേഞ്ചസ് ഒക്കെ വരുവാണ്. ഓക്കെ, 1 ഫയൽ ചേഞ്ചസ്, 0 ഇൻസ്ട്രക്ഷൻസ്, 0 ഡിലീഷൻസ്, ക്രിയേറ്റ്. ഇത് അവരുടെ ഗിറ്റിന്റെ ഭാഷയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്തായി, നമുക്കൊരു ഫയൽ ചേഞ്ച് ആയി. ഓക്കെ, ഫയൽ ചേഞ്ച് ചെയ്തു, അത് ഗിറ്റിന്റെ ട്രാക്കിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. അതാണ് സ്റ്റേജ് ചെയ്യുക എന്ന് പറയുന്നത്. സ്റ്റേജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ വേർഷൻ നമ്മൾ കമ്മിറ്റ് ചെയ്തു. ഗിറ്റിൽ ഇപ്പോൾ എന്താണ്, ഇതൊരു വേർഷൻ ആണ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഇതിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും നമുക്ക് ഈ ബാക്ക് ടു ഈ പൊസിഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കലാണ്. സോ മെയിനിൽ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ മെയിനിൽ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു പബ്ലിഷ് ബ്രാൻഡ് എന്ന് കിടപ്പുണ്ട്. ഓക്കെ, സോ ബ്രാൻഡ് എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പൊ ഒരു പ്രോജക്റ്റിൽ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 10 പേർക്കും 10 ബ്രാൻഡ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. 10 പേരും 10 ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഓക്കെ, ഒരു കമ്പനിയിൽ 5 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ 3 ഫൗണ്ടേഴ്സ് ഉണ്ട്. ഈ 3 ഫൗണ്ടേഴ്സും എന്ത് ചെയ്യും, ചില കാര്യത്തിന് അവരെന്ത് ചെയ്യും, ഒരു ഇമെയിൽ യൂസ് ചെയ്യും, founder@ എന്താണ് siliconsociety.in. ചില കാര്യത്തിന് എന്ത് ചെയ്യും, അവർ ഇൻഡിവിജ്വൽസ് ആണ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം founder1@siliconsociety.in, അങ്ങനത്തെ ചിലപ്പോൾ founder2. അതുപോലെ ചില കാര്യം വരുമ്പോൾ നമ്മൾ ചില കാര്യം എന്താണ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ഒരു ബ്രാഞ്ച് ആയിട്ട് ചെയ്ത് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് എസ്പെഷ്യലി പാരലായിട്ട് 2-3 പേര് വർക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീഫോൾട്ടുള്ള ബ്രാഞ്ചിന്റെ പേരാണ് മെയിൻ, ചിലവരുടെ മാസ്റ്റർ എന്നായിരിക്കും, ഇതിലെ മെയിൻ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ്, പബ്ലിഷ് ബ്രാഞ്ച് മെയിൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗിറ്റബിൽ വന്നിട്ട് ഇത് ഗിറ്റബുമായിട്ട് ഇനി ലിങ്ക് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഗിറ്റബിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഒരു പ്രൊഫൈല് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു MD റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു എന്താണ് കമാൻഡ്സ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് കണ്ടോ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, git remote add origin എന്ന് കൊടുത്തിട്ട് ആ റെപ്പോസിറ്ററി URL കൊണ്ട് ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ റെപ്പോസിറ്ററി ഇതുമായിട്ട് എന്ത് ചെയ്യും, ലിങ്ക് ആവും. ഓക്കെ, എന്നിട്ട് പുഷ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാന് സമയമില്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ ജസ്റ്റ് പബ്ലിഷ് ബ്രാഞ്ച് കൊടുക്കുന്നു. ഓൾറെഡി എന്റെ കോഡും ഇതുമായിട്ട് ലിങ്ക് ആണ്. സോ എന്ത് ചെയ്യുക, ഓപ്ഷന് വരും. ഓക്കെ, അലോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞായിരിക്കും റെപ്പോസിറ്ററിയുടെ പേര്. ഓക്കെ, പേര് പറഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പ്രൈവറ്റ് വേണം പബ്ലിക് വേണം എന്നാണ് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യുക, പബ്ലിക് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഓപ്പൺ ഗിറ്റബ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സക്സസ്ഫുള്ളി ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ കണ്ടോ, ഇത് എന്താണ്. ഓക്കെ, ഇൻഡെക്സ് ഞാൻ ഉണ്ടാക്കിയ ലാസ്റ്റ് കമ്മിറ്റ് ഇവിടെ കിടക്കുന്നു. ഓക്കെ, സോ ഇപ്പം ഇതെന്തായി, ഒറിജിൻ മെയിൻ ആയി. ഓക്കെ, നേരത്തെ ഇതില്ലായിരുന്നു. എന്താ ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവറാണ്, നമ്മുടെ ഗിറ്റബിൽ കിടക്കുന്ന വേർഷൻ. ഓക്കെ, ഇപ്പം ഇതിന്റെ അർത്ഥം എന്താണ്, ഈ വേർഷൻ ആണ് ക്രിയേറ്റഡ് HTML ഫയൽ എന്ന് പറയുന്ന മെയിനിലും ഒറിജിൻ മെയിനിലും ഉള്ളത്, ലോക്കലിലും ഗിറ്റബിലും ഉള്ളത്. മനസ്സിലായോ, അർത്ഥം മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനൊരു HTML ഫയൽ ടെംപ്ലേറ്റ് ഇടുന്നു. ഓക്കെ, കണ്ടോ, അപ്പൊ തന്നെ ഇവിടെ ചേഞ്ചസ് വന്നു. കണ്ടോ, മോഡിഫൈഡ് ഇതായിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു H1 ഇട്ടിട്ട് ഇട്ടിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു, സെയിം പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാൻ ഓട്ടോ സേവ് ഉണ്ട് കേട്ടോ. നിങ്ങളൊരു ഏത് ഫയൽ എഡിറ്ററിൽ പോയാൽ നിങ്ങൾ ഒരു സേവിങ് പ്രൊസീജിയർ അവിടെ ചെയ്യണം.
അത് ഞാനിവിടെ ഓട്ടോ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓട്ടോ മാറ്റി കഴിഞ്ഞാൽ എന്തുണ്ട്, ഇവിടെ വെള്ള കളറിൽ കാണിക്കും. ഓക്കെ, അത് നിങ്ങൾ കൺട്രോൾ എഫ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, അത് ഗിറ്റിന്റെ ഭാഗമല്ല. നമ്മൾ ഡെവലപ്പേഴ്സ് ഫുൾ ടൈം ഓട്ടോ ഇതിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് ഓട്ടോയിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ എഫ് കൊടുത്ത് സേവ് ചെയ്യണം, എന്നിട്ട് വേണം ഇവിടെ വരാൻ. ഓക്കെ, സേവ് ചെയ്താലേ ഈ ചേഞ്ചസ് ഇവിടെ ഇത് കാണിക്കത്തുള്ളൂ കേട്ടോ, ഇവിടെ ചേഞ്ചസ് കാണിക്കത്തുള്ളൂ. സോ ഇപ്പൊ എന്താണ്, ചേഞ്ചസിന്റെ അണ്ടറിലാണ് index.html വരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഗിറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി ട്രാക്കിലുണ്ട്, ഓൾറെഡി ഗിറ്റിന് അറിയാം ഇങ്ങനെ ചേഞ്ച് ഉണ്ട്. സോ ട്രാക്കിലാക്കണം. ഞാൻ ജസ്റ്റ് ഡോട്ട് കൊടുക്കുന്നു. ഗിറ്റ് ആഡ് ഓൾ എന്നാണ് എന്റെ അർത്ഥം. എല്ലാ ചേഞ്ചസും, നിലവിലുള്ള എല്ലാ ചേഞ്ചസും ഞാൻ എന്ത് ചെയ്യുന്നു, ആ ട്രാക്കിനകത്തോട്ട് ഇടും. ഓക്കെ, ചില സിറ്റുവേഷനിൽ അത് വേണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഡിവിജ്വലി ആ പേര് കൊടുക്കണം, ഫയലിന്റെ പേരാണ് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പൊ എന്തായി, ചേഞ്ചസ് നിന്ന് പോയിട്ട് സ്റ്റേജ് ചേഞ്ചസിലോട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ കമ്മിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓക്കെ ഫസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നേരത്തെ ഇത് രണ്ടും ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ എന്താണ് രണ്ടും രണ്ടിടത്തായത്. ഒറിജിൻ മെയിൻ ഇതാരാ, നമ്മുടെ ഗിറ്റബ്. ഇത് എവിടെയാ കിടക്കുന്നത്, ക്രിയേറ്റഡ് ആൻ HTML ഫയൽ എന്ന് പറയുന്ന വേർഷനിലാണ്. ആണോ, നമുക്ക് തന്നെ നോക്കാം. ജസ്റ്റ് കാണിച്ചിരുന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ, ക്രിയേറ്റഡ് ആൻ HTML ഫയൽ. നമ്മൾ അതിലോട്ട് എന്ത് ചെയ്ത് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്തില്ല, ലോക്കലിൽ മാത്രമേ കമ്മിറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങ് പൊക്കോളും. ഞാനിപ്പോ അത് ചെയ്യുന്നില്ല. ഇനി മൈ ഫസ്റ്റ് കമ്മിറ്റ് ഉണ്ടോ, നമ്മുടെ ലോക്കലില് മൈ ഫസ്റ്റ് കമ്മിറ്റ് എന്നുള്ള വേർഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ചേഞ്ച് ലോക്കലിൽ നിന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, git push origin. ഓക്കെ, ഇത് കൊടുത്തപ്പോ കണ്ടോ, ഇപ്പം രണ്ടുപേരും ലോക്കലും സെർവറും എവിടെയാണ്, മൈ ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറയുന്ന വേർഷനിലാണ്. മനസ്സിലായോ? ഈ സാധനം നിങ്ങൾ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ ഇരുന്നൊരു പ്രൊജക്ട് എടുത്ത് ചെയ്തു നോക്കി, അടിപൊളിയായിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഓക്കെ, അദ്വൈത്. ഓക്കെ, അദ്വൈത് എന്ത് ചെയ്യുന്നു, അദ്വൈത് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് അദ്വൈത് എന്ത് ചെയ്യുന്നു, അദ്വൈത് വേറൊരു പേജിൽ വർക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അദ്വൈതിന് ഈ പ്രോജക്റ്റിന്റെ ആക്സസ് ഉണ്ട്, റെക്കോർഡ് ആക്സസ് ഉണ്ട്. ഓക്കെ, സോ അദ്വൈത് വേറൊരു ഇതില് ചെയ്തിപ്പം അദ്വൈത് എന്ത് ചെയ്യും, ഇതാ ഇവിടെ കണ്ടോ, ഇങ്ങനൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് സ്വിച്ച് ചെയ്യും. ഓക്കെ, സോ ഗിറ്റ് ചെക്ക്ഔട്ട് -b ഒരു ബ്രാഞ്ച് ഉണ്ടാക്കും. നിലവിൽ നമ്മൾ മെയിൻ ബ്രാഞ്ചിലാണ് കിടക്കുന്നത്. ഓക്കെ, മെയിൻ ബ്രാഞ്ചിൽ നിന്ന് എങ്ങോട്ട് മാറും, വേറൊരു ബ്രാഞ്ചിലോട്ട് മാറും. ഓക്കെ, നമ്മളൊരു അദ്വൈത് വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അദ്വൈത് സൈഡായിട്ട് വർക്ക് ചെയ്ത് എങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്, ഗിറ്റബിൽ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം, അദ്വൈത് പാരലി വർക്ക് ചെയ്ത് ഗിറ്റബിൽ പുഷ് ചെയ്യുന്നുണ്ട്. ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗിറ്റബിൽ പുഷ് ചെയ്യുന്നുണ്ട്. സൈഡായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ലോക്കൽ. ഞാൻ മണ്ട് ഉണ്ടാക്കിയ ലോക്കൽ. അപ്പം അർജുൻ അദ്വൈത് ചെയ്ത കോഡ് എനിക്കും വരണ്ടേ, ബിക്കോസ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തല്ല വർക്ക് ചെയ്യുന്നത്. അർജുൻ ചെയ്ത ഫയൽ എവിടെയാ കിടക്കുന്നത്, ചേഞ്ചസ് സെർവറിൽ കിടപ്പുണ്ട്. ആ സെർവറിൽ ഞാൻ എന്റെ ലോക്കലിലോട്ട് എടുക്കണ്ടേ, അതിന് നമ്മൾ എന്ത് ചെയ്യും, സെയിം കമാൻഡ് ഈ പുഷിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് കൊടുക്കും. ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയെങ്കിലും ചെയ്തിട്ട് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്ത കോഡുകളൊക്കെ, മെയിൻ ബാങ്കിലോട്ട് പുഷ് ചെയ്ത കോഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോക്കലിലോട്ട് വരും. ഇപ്പൊ നിലവിലെ കണ്ടോ, ഓൾറെഡി അപ് ടു ഡേറ്റ് ആണ്, നമ്മുടെ മെയിലിൽ തന്നെയാണ് ഹെഡ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ്, നോ ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ,
സോ ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരാം. എനിവേ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഞാന് നമുക്കിതാ ഇവിടെ ഓക്കെ ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റില് ഇത് വേറെ ഒന്നുമല്ല, സിമ്പിൾ ആണ് കേട്ടോ. ഇതിപ്പം ഇതിപ്പോ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ index.ht ഈ ഇവന്റ് അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും ഒരു ലിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഇതാണ് സംഭവം. ഓക്കെ ഞാനിപ്പോ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഡെവോപ്പ് ബുക്ക് ക്യാമ്പിന്റെ ബാച്ച് പോകണം. ഓക്കെ ഇവിടെ ഞാൻ ഓൾറെഡി ഡീഫോൾട്ട് ആളുണ്ട്. എന്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? എന്റെ ഇതിലോട്ട് പോകും. ഓക്കെ എന്റെ പേരുണ്ട്, എന്റെ ലിങ്ക്ഡിൻ ഉണ്ട്, എന്റെ ബയോ ഉണ്ട്, ആൻഡ് ബാക്ക് ടു ഹോം. സിമ്പിൾ ആണ്. ഓക്കെ സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഇത് ഞാൻ എന്ത് ചെയ്യാം, ഗിറ്റബിൽ ഇട്ടിരിക്കും. ഓക്കെ സോ ഗിറ്റബിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോൺ ചെയ്യണം. ഓക്കെ ക്ലോൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനിവിടെ കമാൻഡ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് ക്ലോൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കോപ്പി ചെയ്യുക. ഓക്കെ ഈ ലിങ്ക് കോപ്പി ചെയ്യുക, കോഡിന്റെ താഴെ ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ഓക്കെ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമുക്ക് വേറെ ഒരിടത്ത് പോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഓക്കെ ടെർമിനലിൽ പോയിട്ട് ഗിറ്റ് ക്ലോൺ എന്നിട്ട് ആ ലിങ്ക് കൊടുക്കും. ഓക്കെ ഗിറ്റ് സ്പേസ് ക്ലോൺ സ്പേസ് നമ്മുടെ ഗിറ്റബ് URL. ഓക്കെ ഏത് പ്രൊജക്റ്റ് ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഗിറ്റബിന്റെ സെർവറിൽ കിടക്കുന്ന പ്രോജക്റ്റിന് അതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിലോട്ട് ഇടും. നിങ്ങളുടെ ലോക്കലിലോട്ട് ഇടും. ഓക്കെ ക്ലോണിങ് ഇൻറ്റു അലോഡ് ഓപ്സ്. ഓക്കെ ഇനി CD എന്താണ് ഹലോഡ് ഓപ്സ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊജക്റ്റിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ഓക്കെ സോ നമ്മൾ ചെയ്ത അതേ സാധനം എന്താണ് ഇവിടെ ഉണ്ട്. ഓക്കെ ഇവിടെ ഞാനൊരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഓക്കെ പാരലലി മറ്റേ ആളും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുഷും പുള്ളും ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ ഇനി ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോൺ ചെയ്യണം. ഓക്കെ അതുവരെ മനസ്സിലായല്ലോ? ക്ലോൺ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരാൻ പ്രൊഫൈൽസ് എടുത്തിട്ട് അതായത് ഈ sample.html കിടക്കുന്ന ഈ HTML ഫയൽ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക? പ്രൊഫൈൽസിന്റെ അണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഈ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് പോയിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഫയൽ എന്തായിരിക്കണം? നിങ്ങളുടെ ഫുൾ നെയിം .html. ഓക്കെ ചിലപ്പോൾ ഒരു പേരുള്ള രണ്ടുപേര് കാണാം. ഫുൾ നെയിം .html അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ കിട്ടും. പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കസ്റ്റം ഇൻഫോർമേഷൻ ഇടുക. ഇട്ട് എന്ത് ചെയ്യുക? ഗിറ്റ് ആഡ് കൊടുക്കുക, ഗിറ്റ് കമ്മിറ്റ് കൊടുക്കുക, പുഷ് കൊടുക്കുക. ഓക്കെ ഇപ്പൊ നിങ്ങള് പ്രൊഫൈലിൽ പല 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 ഓരോ ആൾക്കാരും പല പല ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ ചേഞ്ച് വരുത്തിയത് ആണല്ലോ. ഓക്കെ ഇതെങ്ങനെ വേണം ചെയ്യാൻ? നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഗിറ്റ് ആഡും പുഷും ഒക്കെ ചെയ്യാൻ. ഓക്കെ ഒന്നുകൂടെ പറയണോ? ക്ലോൺ ചെയ്യുക. ക്ലോൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരിൽ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്കൗട്ട് ബ്രാഞ്ച് കൊടുക്കുക. ബ്രാഞ്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇത് ചെയ്യുക. ചെയ്തിട്ട് എന്ത് ചെയ്യുക? കമ്മിറ്റ് ചെയ്യുക. ഓക്കെ കമ്മിറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്യുക. എങ്ങോട്ട് പുഷ് ചെയ്യുക? മെയിനിലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ ഇനി ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഓക്കെ ഇപ്പൊ എല്ലാവരും കൂടെ ഒരു ഫയലില് ഇവിടെ ചെയ്തെന്ന് വെച്ചു. ഓക്കെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫയലില് വന്ന് എഡിറ്റ് ചെയ്യുവാണ്. ഓക്കെ സോ ഇപ്പൊ എക്സാമ്പിൾ 30 എന്ന് പറയുന്ന ഫയൽ. ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് മനഃപൂർവ്വം ഇട്ടതാണ് കണ്ടോ. സ്റ്റുഡൻസ് ആഡ് ദെയർ നെയിം ബിലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. സോ ഇത് ഏത് ലൈനാണ്? 19ാമത്തെ ലൈൻ. ഓക്കെ
സോ എല്ലാവരും പ്രൊജക്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, 19ാമത്തെ ലൈനിൽ ഒന്നും കാണത്തില്ല. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഈ MD ഫയലല്ലേ എടുക്കുന്നത്, ഈ റെപ്പോ അല്ലേ ക്ലോൺ ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും ക്ലോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ 19ാമത്തെ ലൈനിൽ ഒന്നും ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാവരും 19ാമത്തെ ലൈനിൽ എന്ത് ചെയ്യും, കോഡ് ചെയ്ത് തുടങ്ങും. കോഡ് ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, മെയിനിലോട്ട് പുഷ് ചെയ്യും. ബ്രാഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ബ്രാഞ്ചിനെ മെർജ് ചെയ്യും. ഓക്കെ, എങ്ങോട്ട് മെർജ് ചെയ്യും, മെയിനിലോട്ട് മെർജ് ചെയ്യും, എല്ലാ കോഡും ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യും, അതിനെ നമ്മൾ പുൾ റിക്വസ്റ്റ് എന്ന് പറയും. ഓക്കെ, ആ പുൾ റിക്വസ്റ്റ് എനിക്ക് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സെയിം ഫയലില് സെയിം ലൈനില് നിങ്ങൾ എത്ര പേരുണ്ട്, 75 പേരുണ്ട്. ഈ 75 പേരും കോഡ് ചെയ്ത് വെച്ചേക്കും. ഈ പ്രശ്നത്തിനെയാണ് നമ്മൾ മെർജ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ഫയലില് ഒരേ ലൈനിൽ എന്ത് ചെയ്യുന്നു, ടീമിലെ 2 പേര് ഒന്നിലധികം പേര് കോഡ് ചെയ്തിട്ട് പുൾ റിക്വസ്റ്റ് ഇട്ടേക്കുന്നു. അതാണ് എന്താണ് മെർജ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഗിറ്റബിലുള്ള മെയിൻ കാര്യങ്ങൾ. സോ ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗിറ്റബ് ആക്ഷൻസ് ആണ്. ഓക്കെ, ഞാൻ ഡെവോപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡെവോപ്സിനെ പറ്റി സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കി പറയുവാണെങ്കിൽ, നമ്മൾ എന്താ ചെയ്യുന്നത്, കോഡ് എഴുതുന്നുണ്ട്, ഈ കോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്, ഈ കോഡിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുണ്ട്, കോഡ് എഴുതുന്നുണ്ട്, കോഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറേ ടൂൾസ് യൂസ് ചെയ്യും. സോ അതിനകത്ത് ഒന്നാമത്തെ ടൂള് നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് എന്താണ്, ഗിറ്റ് ആൻഡ് ഗിറ്റബ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് ബിൽഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് നമ്മുടെ ഗിറ്റബ് ആക്ഷൻസ്. സോ എന്താ ആക്ച്വലി ബിൽഡിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കോഡ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു സ്ഥലത്ത് കൊണ്ടിടണം, ഒരു സെർവറിൽ നമ്മൾ കൊണ്ടിടും. ഈ സെർവറിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ആ ടെംപ്ലേറ്റിൽ നമ്മുടെ കോഡ് പല പല ആൾക്കാർ പല പല സമയത്ത് ഇരുന്ന് കോഡ് ചെയ്ത ഒരു നോർമൽ കോഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെംപ്ലേറ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെർവറിൽ കൊണ്ടിടുന്നത്. ദാറ്റ് പ്രോസസ് കോൾഡ് ബിൽഡിംഗ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞാനിപ്പോ ചിക്കൻ കറി ഉണ്ടാക്കി. ഓക്കെ, ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഒരു സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മസാല എന്നൊക്കെ ഞാൻ പറയുക. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സ്പൂൺ ചിലപ്പം ചെറുതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വലിയ സ്പൂണിൽ 2 സ്പൂൺ വാരിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, കഴിക്കാൻ കൊള്ളത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന പൈത്തന്റെ വേർഷൻ, ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വേർഷൻ, ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ്, ഡിപ്പെൻഡൻസീസ്, ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഗ്ലോബലി ഇതെന്താവണം, ഒരുപോലെ ആവണം, അല്ലേ? ആവണ്ടേ? നാളെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു സ്പൂൺ എന്ന് പറയുന്നതിന് പകരം ഞാനൊരു ഡപ്പയ്ക്കകത്ത്, ഒരു പെട്ടിക്കകത്ത്, ഒരു കുപ്പിക്കകത്ത് ഞാൻ എത്രയാണോ മുളക് പൊടി ഇട്ടത് അത് ഇടുന്നു. ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ പൊടികളും ഓരോ കുപ്പിക്കകത്ത് വെച്ചിട്ട് ഞാൻ അടച്ച് ബിൽഡ് ചെയ്തു. ഓക്കെ, പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് കെട്ടി ബിൽഡ് ചെയ്ത് ഒരു പാഴ്സലാക്കിയിട്ട് ഞാൻ ഷിപ്പ് ചെയ്യും. എങ്ങോട്ട്? നിങ്ങളിൽ. ആ ഷിപ്മെന്റ് അവിടെ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി അതേ ചിക്കൻ കറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതാണ് ദിസ് ഇസ് കോൾഡ് ഡെവോപ്സ്. ഓക്കെ, ഡെവോപ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയ കോഡ്, നമ്മൾ പലരും പലയിടത്തിരുന്ന് ഉണ്ടാക്കിയ കോഡ് ഞാൻ എൻ്റെ വിൻഡോസിൽ ഇരുന്ന കോഡ് ചെയ്തു. ഈ ആപ്ലിക്കേഷൻ വേറൊരാൾ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡിലായിരിക്കും, ചിലവർ ലിനക്സിലായിരിക്കും. എവിടെ റൺ ചെയ്താലും, ഏത് എൻവയോൺമെന്റ് റൺ ചെയ്താലും ഇത് വർക്ക് ആവണം. അതിന് നമ്മളൊരു ബിൽഡിംഗ് ഫേസ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല പല ടൂൾസ് ഉണ്ട്. ജെങ്കിൻസ് യൂസ് ചെയ്യും, ടെറാഫോം ഒക്കെ യൂസ് ചെയ്യും. അതിൽ ഒരു ടൂളാണ് എന്താണ്, ഗിറ്റബ് ആക്ഷൻസ്. ഓക്കെ, നമ്മൾ അതിനെ പൈപ്പ് ലൈൻ ബിൽഡിംഗ് എന്ന് പറയും. CI/CD ഒക്കെ ഇതിന്റെ പാർട്ടാണ്. ബിൽഡിംഗ് ഫേസിന്റെ പറഞ്ഞ ഏറ്റവും ചുരുക്കി പറഞ്ഞത് ഡെവോപ്സ് ഇസ് നത്തിങ് ബട്ട് കോഡ് ബിൽഡ് ആൻഡ് ഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്ലോയ് എന്ന് പറയും. കോഡ് ബിൽഡ് ആൻഡ് ഡിപ്ലോയ്. ഓക്കെ, അപ്പം കോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗിറ്റബ് യൂസ് ചെയ്യും. ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗിറ്റബ് ആക്ഷൻസ്, ഡോക്കർ യൂസ് ചെയ്യും. പിന്നെ അതിന്റെ ഡിപ്ലോയ്മെന്റിലാണ് നമ്മൾ കുബർനെറ്റിസും ക്ലൗഡും ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഈ കണ്ടെയ്നറൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, മാനേജ് ചെയ്യണ്ടേ? ഓക്കെ,
സോ ഈ മാനേജ് ചെയ്യാൻ നമ്മൾ ഈ കണ്ടെയ്നർ ഉണ്ടാക്കുന്നത് ആക്ച്വലി എന്താണ്, ഡോക്കർ വെച്ചിട്ടാണ്. ആൻഡ് ഈ കണ്ടെയ്നർ മാനേജ് ചെയ്യുന്നത് എന്താണ്, കുബർനെറ്റിസ് വെച്ചിട്ടാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ AWS ക്ലൗഡിൽ നമ്മൾ കൊണ്ട് ആ സെർവറിൽ കൊണ്ട് നമ്മൾ ഇടും. ദാറ്റ് ഇസ് കോൾഡ് ഡിപ്ലോയ്മെന്റ്. ഓക്കെ. ആൻഡ് ഇതവിടെ തീരുന്നില്ല. ഇനിയും എന്താണ്, ഓരോ അടുത്ത് കോഡ് അപ്ലോഡ് ചെയ്യുമ്പോഴും പുതിയ പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ കോഡ് ചെയ്യുമ്പോഴും ബിൽഡും ഡിപ്ലോയ്മെന്റും പിന്നെയും നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. അത് അങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. കോഡും നമ്മുടെ കോഡും നമ്മുടെ എന്താണ് ഡിപ്ലോയ്മെന്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ദാറ്റ് കണക്ഷൻ ഇസ് കോൾഡ് CI/CD പൈപ്പ്. ഓക്കെ, പൈപ്പ് ലൈൻ എന്ന് പറയും. ഈ പൈപ്പ് ലൈനിൽ കൂടെയാണ് ഡാറ്റ പോകുന്നത്. ഓക്കെ. സോ ഈ പൈപ്പ് ലൈൻ ഒക്കെയാണ് ആക്ച്വലി അത് ബിൽഡിങ്, അത് ഹാൻഡ്ലിങ്, കൃത്യമായിട്ട് അതിന്റെ എന്താണ് യൂസേജ്, ഇതൊക്കെയാണ് ആക്ച്വലി DevOps എന്ന് പറയുന്നത്. ഓക്കെ. ഒരു സൈഡിൽ നിന്ന് ഒരാൾ കോഡ് ചെയ്യും, അപ്പുറത്തെ സൈഡിൽ ഒരാൾ ഡിപ്ലോയ് ചെയ്യും. ഇത് എങ്ങനെ നടക്കുന്നത്, ഒരാൾ കോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഡിപ്ലോയ് കൊടുത്തല്ല, കണ്ടിന്യൂസ് ഇന്റഗ്രേഷനും കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റും ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഹലോ ഗൈസ് കൊടുക്കുമ്പോൾ തന്നെ ആ ഹലോ ഗൈസ് അവിടെ ഡിപ്ലോയ് ആയി. ഓക്കെ. അടുത്ത ലൈൻ ഓഫ് കോഡ് നിങ്ങൾ ഇടുമ്പോൾ, എക്സാമ്പിൾ ആണ് കേട്ടോ, അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നൊരു മൈക്രോ ഫീച്ചർ ഉണ്ടാക്കി കോഡ് ചെയ്ത് അപ്പുറത്ത് ഷിപ്പ് ചെയ്യും, ബിൽഡ് ചെയ്ത് ഡിപ്ലോയ്മെന്റിന് കൊടുക്കുമ്പോൾ നിങ്ങൾ അടുത്ത് കോഡ് ചെയ്ത് തുടങ്ങും. അടുത്ത കോഡ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പഴയ കോഡ് അവിടെ ഡിപ്ലോയ് ആയിരിക്കും. ഇതിങ്ങനെ സീംലെസ്ലി നടക്കണം. എങ്ങനെ? ഇൻഫിനിറ്റ്ലി. അതുകൊണ്ടാണ് നമ്മുടെ DevOpsൽ ഇൻഫിനിറ്റ് എന്ന് പറയുന്ന സിമ്പിൾ വരും. ഓക്കെ. ഇങ്ങനെ ഫ്ലോലെസ്ലി നടക്കണം, ഒരിടത്തും ഗ്യാപ്പ് വരും. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഗിറ്റ് പറയാൻ ആക്ച്വലി 1 മണിക്കൂറൊന്നും പോരാ. ആക്ച്വലി ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു 3 hours ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റൊക്കെ ഒരുമാതിരി നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്. അതെ, ആ ഗിറ്റബില് ഹലോ ഡെവോപ്സ് എന്ന് പറഞ്ഞ ഒരു റെപ്പ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടില്ലല്ലേ? കിട്ടുന്നില്ലേ? ഇല്ല. എന്റെ റെപ്പോയിലാണോ നോക്കിയത്? എന്റെ പേജിലാണോ? അഭിമേൽ SBK എന്നല്ലേ? അതെ. ഒന്ന് ലിങ്ക് ഒന്നും പബ്ലിക്കലി അവൈലബിൾ ആണല്ലോ. ഇതല്ല കേട്ടോ ലോഞ്ച് ചെയ്യേണ്ട റിപ്പോ ഞാൻ അയച്ചു തരാം. ഓക്കെ. എനിക്ക് ചാറ്റ് അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, എനിക്ക് ചാറ്റ് അവൈലബിൾ അല്ല. ചാറ്റ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ. ഞാൻ ഗ്രൂപ്പിൽ കയറ്റിയേക്കാവേ. വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടല്ലോ. നിങ്ങള് സമയമായല്ലോ. നിങ്ങൾ ലൈക്ക് യു ക്യാൻ ടെക്സ്റ്റ് മീ. ഓക്കെ, പേഴ്സണലി എന്നെ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. സോ ഐ തിങ്ക് ദർ ഇസ് നത്തിങ് എൽസ് ടു ആസ്ക്. സോ then over to you organizers. Thank you. And sorry guys, one more thing. So നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി, DevOps, ക്ലൗഡ് ടെക്കിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ യു ക്യാൻ ഫോളോ മീ. ഞാൻ ലിങ്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. I create some awesome content on Instagram and LinkedIn. So tech updates ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. So if you are interested, you can follow. Thank you for the time. Over to you, Sania. താങ്ക് യു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരുന്നു. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കോപ്പ് ചെയ്ത് പോകാൻ പറ്റിയല്ലോ. ഓക്കെ, താങ്ക് യു.